Hello, good afternoon. Good afternoon. Hello, good afternoon once again. Good afternoon, Miss. Yes, good afternoon. നമ്മള് ക്ലാസ് തുടങ്ങാം. എവിടെ വരെയൊക്കെ എടുത്ത് ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്നത് ഓർമ്മയുണ്ടോ? സിക്സ്ത് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് കുറച്ച് നീണ്ട പേരാണ് അല്ലെ. ഏതാ? ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഇതാണ് ചാപ്റ്ററിന്റെ പേര്. എല്ലാം പെടുവതിനകത്ത് ഏത് പരാതികൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതുപോലെ തന്നെ എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില ഡിസിപ്ലിൻസ്, പിന്നെ എംപ്ലോയീസിന്റെ ഹെൽത്ത്, സേഫ്റ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൂടിയുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അതുകൊണ്ട് തന്നെ ചാപ്റ്ററിന് എല്ലാ ചാപ്റ്റേഴ്സിലും അതെ ഇതുപോലെയുള്ള കുറെ ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഒരു വലിയ മൊഡ്യൂൾ പോലെ ആയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മൾ ഇവിടെ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എവിടെ വരെ എടുത്തത് വല്ല ഓർമ്മയുണ്ടോ? ലാസ്റ്റ് എടുത്ത് നിർത്തിയിരിക്കുന്ന ടോപ്പിക് ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞു തന്നല്ലേ? 4 ഡെഫിനിഷൻ, 3 എന്താ പറയാ ഓതേഴ്സ് എഴുതിയിരിക്കുന്ന കീത്ത് ഡേവിസ്, പ്രൊഫസർ ജൂസിയസ്, അതുപോലെ തന്നെ ഡെയ്ലി ഓതർ, ഇവർ എഴുതിയിരിക്കുന്ന ഡെഫിനിഷൻസും അതുകൂടാതെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തന്നിരിക്കുന്ന ഗ്രീവൻസിന്റെ ഡെഫിനിഷനും ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് ഫോംസ് ഓഫ് ഗ്രീവിയൻസ് ഏതൊക്കെ രൂപത്തിലാണ് ഉള്ളത്. ഫാക്ച്വൽ ഗ്രീവിയൻസ് ഉണ്ട്, ഇമാജിനറി സ്വന്തമായിട്ട് ആലോചിച്ചു കൂട്ടി അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ മനസ്സിലാക്കി സ്വന്തം തെറ്റിദ്ധാരണയുടെ പേരിൽ അല്ലെ, അതായത് സ്വയം എന്താ പറയാ റിയൽ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, അത് ചിലപ്പോൾ റോങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അതുപോലെ റോങ് ആയിട്ടുള്ള പെർസെപ്ഷൻ, അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അതുപോലെ ഇൻകറക്റ്റ് ആയിട്ട് അതായത് തെറ്റായ ചില അറിവുകൾ, മറ്റുള്ളവർ നമ്മളിൽ നിന്ന് നമ്മളോട് ഷെയർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒക്കെ തെറ്റായിട്ടുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇമാജിനറി ഗ്രീവിയൻസിനകത്ത് വരിക. അടുത്തത് ഡിസ്ഗൈസ്ഡ് ആണ്. എന്തെങ്കിലും നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോൾ ചില ആളുകൾക്ക് തോന്നുന്ന ഇത്തരം ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അതിന് ഒരു എന്താ പറയാ അപ്രീസിയേഷൻ, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്, സ്നേഹത്തോടെയുള്ള ഒരു സമീപനം, അല്ലെങ്കിൽ നമ്മുടെ സക്സസ്, നമുക്ക് വിജയമൊക്കെ കിട്ടുമ്പോൾ അതില് നമ്മളെ അനുമോദിക്കുക, പിന്നെ അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ അധികാരങ്ങൾ പോലെയൊക്കെ കിട്ടുക, ഇതൊക്കെ എല്ലാ എംപ്ലോയീസും ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ ആഗ്രഹിക്കും. ഈ ആഗ്രഹങ്ങൾ അതൊക്കെ എക്സ്പെക്ടേഷൻസ് ആണ് കേട്ടോ. അപ്പൊ അത്തരം എക്സ്പെക്ടേഷൻസ് നമ്മൾ എന്താ പറയാ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി വെക്കും. ആൻഡ് അത് സാറ്റിസ്ഫൈഡ് ആകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അത്തരം സൈക്കോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം ഗ്രീവിയൻസ്, അതാണ് ഡിസ്ഗൈസ്. അത് നമ്മൾ പറഞ്ഞു. അത്ര വരെയാണോ പറഞ്ഞത്? സോഴ്സസ് പറഞ്ഞോ? സോഴ്സസ് ഓഫ് ഗ്രീവിയൻസ് ആണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് അല്ലേ നോക്കിയേ, അതില് മാനേജ്മെന്റ്, അതായത് നമ്മളുടെ ഗ്രീവിയൻസിന്റെ സ്രോതസ്സുകൾ, ഏത് വഴിക്കൊക്കെ ഇതുപോലെയുള്ള ഗ്രീവൻസുകൾ വരാൻ സാധ്യതയുണ്ട്. അത് ഒന്ന് മാനേജ്മെന്റുകാര് നടപ്പിലാക്കുന്ന ചില രീതികൾ, മാനേജ്മെന്റിന്റെ പ്രാക്ടീസസ് അനുസരിച്ച് ഗ്രീവിയൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഗ്രീവിയൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്, വ്യക്തിപരമായിട്ടുള്ള ചില മാനേജ് ചെയ്യുന്ന രീതിക്ക് ഉണ്ടാകുന്ന ഗ്രീവിയൻസ് ആകാം. ആൻഡ് ലാസ്റ്റ് വർക്കിംഗ് കണ്ടീഷൻസ്. ഇത് തീർന്നോ?
അല്ലെങ്കിൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആരുമില്ല. ഫുള്ള് തീർന്നു. ഈ 3 പോയിന്റുകളും തീർന്നു. ഇഫക്റ്റ് തുടങ്ങിയാണോ എടുക്കാനുള്ള ഇഫക്ട്സ് ഓഫ് ഗ്രീവിയൻസ്? ഐ തിങ്ക് സോ. അങ്ങനെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോ കുറെ ഇംപ്ലിമെന്റേഷനോ ചോദിക്കുന്നത് ഉണ്ടോ? ഇവിടെ എത്തിയിട്ടുള്ളൂ. സോഴ്സസ് ഓഫ് ഗ്രീവിയൻസില് 2 മാനേജ്മെന്റ് പ്രാക്ടീസസിൽ 2 പോയിന്റേ പറഞ്ഞുള്ളൂ. അതെ, 3ാമത്തെ പോയിന്റ് തുടങ്ങി പറയണം. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. മനസ്സിലായോ? ഓക്കെ, അതായത് നമ്മൾ മാനേജ്മെന്റുകാര് അനുവർത്തിക്കുന്ന ചില രീതികൾ അത് നമ്മൾ പറഞ്ഞു. ചില മാനേജ്മെന്റ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ആയിരിക്കും. എന്ന് വെച്ചാൽ അവര് ഏകാധിപതി, സ്വേച്ഛാധിപത്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ആണ് എല്ലാം മാനേജ് ചെയ്യുന്ന, എംപ്ലോയീസിനെ അതിനകത്തേക്ക് കടത്തുന്നില്ല. മനസ്സിലായോ? മറ്റേത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് എംപ്ലോയീസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. അപ്പൊ അങ്ങനെ ആ 2 രീതിയിലും ഓർഗനൈസേഷൻസിൽ എന്ത് ചെയ്യാറുണ്ട്? പല കാര്യങ്ങളും പല പ്രാക്ടീസസും അതുപോലെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഏറ്റവും ആളുകൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്, എംപ്ലോയീസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലാണ്. ഓട്ടോക്രാറ്റിക് സ്റ്റൈലിനോട് അവർക്ക് വലിയ താല്പര്യമില്ല. അതാണ് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് അവരെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ. ഓക്കെ, അപ്പൊ അങ്ങനെ ഉൾപ്പെടുത്താതെ വരുമ്പോൾ ഓട്ടോക്രാറ്റിക് സ്റ്റൈലിനോട് ആളുകൾക്ക് താല്പര്യം കുറവ് വരും. ദാറ്റ് മീൻസ് അവർ പറയുന്നു, റേഡിയോ പോലെ ഇങ്ങനെ പറയുന്നു, അതെല്ലാം അച്ചടി എന്താ പോലെ അനുസരിക്കുക എന്നുള്ളത് മാത്രമേ എംപ്ലോയീസിന്റെ കടമയുള്ളൂ എന്നാണ് അവർ തീരുമാനിച്ചു വെച്ചിരിക്കുക. അപ്പൊ അങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ ഗ്രീവൻസുകളായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ മാനേജ്മെന്റിന്റെ സ്റ്റൈൽ ഏതാണോ, ഓട്ടോക്രാറ്റിക് ആകാം, പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ആകാം, കൂടുതലും എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആകുന്നത് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിലാണ്. അല്ലെങ്കിൽ അത്തരം ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അവർക്ക് അവിടെ നിന്നാണ് കിട്ടുക, അവരെ കൂടി എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്തുമ്പോൾ. ഓക്കെ, അതേസമയം ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ അവര് എന്ത് ചെയ്യുന്നില്ല, അവര് എൻകറേജ് ചെയ്യുന്നില്ല. കാരണം അവർക്ക് അതിൽ താല്പര്യമില്ല. കാരണം അത് മാനേജ്മെന്റിന്റെ മാത്രം ഡിസിഷൻ. അത് കൂടുതലും അവര് ഫോഴ്സ് ചെയ്യുന്നില്ല, എൻകറേജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മള് സോഷ്യൽ ഡിസ്റ്റൻസിങ് പറഞ്ഞു. അവിടെയും മാനേജേഴ്സ് വർക്കേഴ്സിനെ വർക്കേഴ്സ് ആയിട്ട് തന്നെയാണ് കാണുക. അവരൊരു ലോവർ സ്കെയിൽ ഓഫ് പേയ്മെന്റ് കിട്ടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി മുന്തിയവരാണ്. കാരണം നമുക്ക് എന്താ പറയാ സാലറിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ എനിക്കൊക്കെ കൂടുതലാണ്. അവർ നമ്മൾ ആ രീതിക്കേ കാണാൻ പറ്റുള്ളൂ. ആ ഒരു എന്താ പറയാ ഡിസ്ക്രിമിനേഷൻ, ആ ഒരു വ്യത്യാസം എംപ്ലോയീസുമായിട്ട് അവര് കീപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലും എന്തുണ്ടാകാം, എംപ്ലോയീസിന് പലതരത്തിലുള്ള പരാതികൾ അല്ലെ ഗ്രീവൻസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് അത്തരം ഗ്രീവൻസ് വരുമ്പോൾ എന്ത് പറ്റും, വർക്കേഴ്സ് ഓർ എംപ്ലോയീസ് ആർ ഹെസിറ്റന്റ് ടു വർക്ക്. എന്ന് വെച്ചാൽ എന്താ, മടി തോന്നുന്നവർക്ക് ജോലി ചെയ്യാൻ. കാരണം നമ്മളെ ഇങ്ങനെ ഏറ്റവും താഴെത്തട്ടിലായിട്ട് കാണുന്നു, അവര് കൂലി വേലക്കാരാണ്, അല്ലെങ്കിൽ അങ്ങനെ വളരെ ലോ വേജസോ സാലറിയോ കൈപ്പറ്റുന്നവരാ, അതുകൊണ്ട് അവർ നമ്മളെ ആ രീതിയിലെ മാനേജ്മെന്റ് കാണുന്നത് എന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് ജോലി ചെയ്യാനുള്ള ആ ഒരു എന്താ പറയാ ഇൻട്രസ്റ്റ്, താല്പര്യം അതൊക്കെ കുറയും. അതുപോലെ അവര് ജോലി ചെയ്യാനേ ചിലപ്പോഴൊക്കെ കൂട്ടാക്കാതെ ഒരു മടി കാണിക്കും. അതിന് വേണ്ടിയിട്ട് അതിന്റെ അർത്ഥം എന്താ, മടി എന്നാണ് കേട്ടോ. അടുത്തത് നമ്മള് പഠിക്കാൻ പോകുന്ന അടുത്ത പോയിന്റ്, മാനേജ്മെന്റിന്റെ പ്രാക്ടീസസ് കൊണ്ട് ഉണ്ടാകാവുന്ന ഗ്രീവൻസുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തേർഡ് വൺ ഈസ് ഇംപ്ലിമെന്റ് ഓഫ് പേഴ്സണൽ പോളിസീസ്. തൊഴിൽപരമായിട്ടുള്ള നയങ്ങളൊക്കെ ഡിസൈൻ ചെയ്യും അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണ്ടേ, അതൊക്കെ എന്തായാലും പേഴ്സണൽ പോളിസീസ് എന്തായാലും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ, അങ്ങനെ ഒരു പേഴ്സണൽ പോളിസീസ് നമ്മൾ ഫോം ചെയ്യുമ്പോ എന്താ പറയാ, അത് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾക്ക് കാരണമാകാത്ത രീതിയിലായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇപ്പോ ഉദാഹരണത്തിന് എംപ്ലോയീസിന്റെ റെമ്യൂണറേഷൻ എന്ന് വെച്ചാൽ അവരുടെ എന്താ പറയാ പ്രതിഫലം എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്, അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഡ്വാൻസ്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ വളർച്ച, വികസനം, സീനിയോറിറ്റി അനുസരിച്ച് പ്രൊമോഷൻ കൊടുക്കുക, അല്ലെങ്കിൽ സാലറി ഇൻക്രിമെന്റ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഓവർ ടൈം എടുക്കുകയാണെങ്കിൽ അതിനെങ്ങനെയാ പേയ്മെന്റ്, അല്ലെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ജോലി കൊടുക്കുമ്പോൾ പേഴ്സണൽസിനെ അങ്ങനെ അസൈൻ ചെയ്ത് ജോലികൾ കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ ഷിഫ്റ്റുകൾ ഏർപ്പെടുത്തുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഇതിനെ സംബന്ധിക്കുന്ന ഒരുപാട് ഡീറ്റെയിൽസ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ പേഴ്സണൽ പോളിസീസ്. തൊഴിൽപരമായ നയങ്ങളിൽ ഇതൊക്കെ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിനകത്ത് വ്യക്തത കുറവ്, കോൺട്രാഡിക്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതിർപ്പുകള്, തർക്കങ്ങളൊക്കെ
ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഇല്ലാത്ത രീതിയിലായിരിക്കണം ഇത്തരം പേഴ്സണൽ പോളിസീസ് ഒക്കെ എന്ത് ചെയ്യേണ്ടത്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ, അത് നടപ്പിലാക്കാൻ വരുമ്പോൾ എംപ്ലോയീസിന് അതില് താല്പര്യക്കുറവുണ്ടായിരിക്കും, അവർക്ക് സമ്മതം ഉണ്ടാവില്ല. അത് അടിച്ചേൽപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പരാതികളായി പരിഭവങ്ങളായി മാറും. ഓക്കെ, അപ്പൊ ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസും മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടാകുന്ന ചില പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന ചില എന്താണ് ഗ്രീവൻസുകളാണ്. ക്ലിയർ ആയോ? ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ് മനസ്സിലായോ? If the personal policies do not serve എന്നുള്ള സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Purpose for which they are formed. It may be a reason for grievance. ഗ്രീവൻസിന് കാരണമാകാം. പേഴ്സണൽ പോളിസി എന്തിനു വേണ്ടിയിട്ടാണോ രൂപീകരിക്കുന്നത് അതിന്റെ കൃത്യമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം. അല്ലാതെ തോന്നിയ പോലെ അതിന്റെ പോളിസീസ് ഫ്രെയിം ചെയ്യാൻ പാടില്ല, ഡിസൈൻ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഇവിടെയും എന്താ പറയാ, there will be some communication gap between the management and employees. ഈ മാനേജ്മെന്റ് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റേഴ്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡിസൈഡ് ചെയ്ത സമയത്ത് ഇറ്റ് ഷുഡ് ബി കോമൺലി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ എംപ്ലോയീസ്. തീർച്ചയായിട്ടും അത് എന്താ പറയാ, പൊതുവായിട്ട് എംപ്ലോയീസിന് അത്തരം കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇഫ് ദർ ഈസ് എനി ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇത്തരം കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാല് അതും എന്താണ് ഗ്രീവൻസിന് അല്ലെങ്കിൽ കാരണമാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ അവരെന്ത് ചെയ്യും, അവരെ അറിയിക്കേണ്ടത് അവർ ഇൻഡിവിജ്വൽ ആയിട്ട് അറിയിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് അറിയിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ. അത് ഷുഡ് ബി ഇൻഫോംഡ് ടു ദം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എംപ്ലോയീസിനോട് എന്താണോ അറിയിക്കേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയിച്ച് മനസ്സിലാക്കും. സോ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ് ഓൾസോ കോസ് ഗ്രീവൻസ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സെന്റൻസ് ഒരെണ്ണം മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. നിങ്ങൾ സോഴ്സസ് ഓഫ് ഗ്രീവൻസ് പ്രധാനമായിട്ട് 3 തരംതിരിച്ചിട്ടുണ്ട്. മാനേജ്മെന്റ് പ്രാക്ടീസസ്, അടുത്തത് ഗ്രീവൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ ആയിട്ടുള്ള ഡീലിങ്സ് മാനേജ്മെന്റ്, അതിനകത്തുണ്ടാകുന്ന ഗ്രീവൻസ്, ആൻഡ് മൂന്നാമത്തേത് വർക്കിംഗ് കണ്ടീഷൻസ്. അതില് മാനേജ്മെന്റിന്റെ പ്രാക്ടീസസ് കൊണ്ട് ഉണ്ടാകുന്ന ഗ്രീവൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റിന്റെ സ്റ്റൈല് ഓർത്താൽ മതി, ഓട്ടോക്രാറ്റിക്കും പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലും ഓർത്താൽ മതി. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് വെച്ചാൽ ഡിഫറൻസ് ഇൻ ക്ലാസ്. അവര് മാനേജേഴ്സ് കൺസിഡർ ചെയ്യുന്നത് ലോവർ ക്ലാസ് അല്ലെങ്കിൽ ലോവർ സ്കെയിൽ എംപ്ലോയീസ് ആയിട്ടാണ്. അതാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. പിന്നെ ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ് എന്ന് വെച്ചാൽ തൊഴിൽപരമായ നയങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ പർപ്പസ് മനസ്സിലാക്കി ഡിസൈൻ ചെയ്യണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് പലതരത്തിലുള്ള ഗ്രീവൻസുകൾ കാരണമാകും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അത് എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ ഉണ്ടാകാൻ പാടില്ല. കൃത്യമായിട്ട് ഇൻഫോം ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻഫോം ചെയ്യുക. നെക്സ്റ്റ് വൺ, അതിനൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന് മറ്റൊരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോ മാനേജ്മെന്റ് ഇന്റന്റ് ടു മേക്ക് സം ഇംപ്ലിമെന്റേഷൻസ് ഓർ ന്യൂ പ്രോജക്ട്സ് ഓർ മെനി ടേക്ക് കീ ഡിസിഷൻസ്. ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ സ്കീമുകൾ, പുതിയ പുതിയ സ്കീമുകൾ നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മെർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കുന്നു, അല്ലെങ്കിൽ ലേ ഓഫ്, ചില എംപ്ലോയീസിനെ മാറ്റുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നു, പുതിയ പുതിയ പ്ലാന്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പുതിയ പുതിയ ലൊക്കേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇങ്ങനെ അല്ലെങ്കിൽ പുതിയ വേ ഓഫ് വർക്കിംഗ്, പുതിയ പുതിയ രീതിയിൽ നമ്മൾ ഈ ജോലി ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് എംപ്ലോയീസിനെ അറിയിക്കണം. അല്ലാണ്ട് ഓടി ഇങ്ങനെ വന്നിട്ട് എന്താ പറയാ, ചിലപ്പോ നിങ്ങൾ വേഗം ഇത് ചെയ്യുക അത് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ they may not be aware of what has proposed actions. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധ്യമില്ലാത്ത പോലെ നിൽക്കും എംപ്ലോയീസ്. നേരത്തെ കൂട്ടി അത്തരം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ തന്നെ ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിനെ അറിയിക്കുക. അതല്ലെങ്കിൽ എംപ്ലോയീസ് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല, ബോധ്യമില്ലാത്തതുപോലെ മാനേജ്മെന്റ് ആക്ട് ചെയ്യാൻ പറയുമ്പോ എന്ത് ചെയ്യണം, അവരിങ്ങനെ വാമൊഴിച്ച് നിൽക്കും. കാരണം ഇറ്റ്സ് നോട്ട് കമ്മ്യൂണിക്കേറ്റഡ്. അവർക്ക് അത് കൃത്യമായ രീതിയിൽ അതിന്റെ ഇൻഫോർമേഷൻസ് എത്തിയിട്ടില്ല. അത് വേഗം വന്നിട്ട് അതൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അത് ആർക്കും അങ്ങനെ തന്നെയാണ് അല്ലെ. അത് ഇതുപോലെയുള്ള ഗ്രീവൻസുകൾക്ക് കാരണമാണ്. ക്ലിയർ ആണോ? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാമോ? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. സെന്റൻസ് ബാക്കിയുള്ളത് വേറെ വായിച്ചു നോക്കാം. അതിനകത്ത് എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ കൊടുത്തേക്കാണ്. നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു ഓർഗനൈസേഷനിലെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് തീർച്ചയായും അവിടുത്തെ എല്ലാ എംപ്ലോയീസും അറിഞ്ഞിരിക്കണം.
അല്ലാതെ പിന്നീട് ആ മാറ്റങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. ഒഫീഷ്യൽ ആയിട്ടുള്ള അത്തരം മാറ്റങ്ങളുണ്ടെങ്കിൽ ഒഫീഷ്യലി ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ്. ഔദ്യോഗികമായി തന്നെ എംപ്ലോയീസിനെ അറിയിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പിന്നീട് അത് ഞങ്ങൾ അറിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് എംപ്ലോയീസ് പറയും. അപ്പൊ നമ്മൾ അവരുടെ നേർക്ക് തട്ടിച്ചെന്നിട്ട് കാര്യമില്ല. കാരണം എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ സൂപ്പർവൈസറി ഫാക്ടേഴ്സ് ആണ് അടുത്തത്. മറ്റൊരു ഘടകമാണ് സൂപ്പർവൈസറി ഫാക്ടേഴ്സ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം whatever work is done by the employees it should be supervised from time to time അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന പലതരത്തിലുള്ള ജോലികൾ അത് ഇടയ്ക്ക് നമ്മൾ സൂപ്പർവൈസ് ചെയ്യണം. മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. കാരണം എങ്ങനെയൊക്കെയാണ് വർക്കേഴ്സ് ജോലി ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് ശരിയായ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഉഴപ്പുന്നുണ്ടോ ഇതൊക്കെ സൂപ്പർവൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല അവര് അവിടുത്തെ പേഴ്സണൽ പോളിസീസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെ, തൊഴിൽപരമായിട്ടുള്ള കുറെ നയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ, ആൻഡ് ഓൾസോ അവിടുത്തെ റൂൾസ് എന്താ പറയാ ഡിസിഷൻസ് അതുപോലെ ഇതെല്ലാം ഫോളോ ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തർക്കമുണ്ടോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവർ സൂപ്പർവൈസ് ചെയ്യണം. അതേസമയം ഇങ്ങനെ സൂപ്പർവൈസിങ് ചെയ്യുന്ന സമയത്ത് ഇഫ് ദേ മേക്ക് സം ഫോൾട്ടി സൂപ്പർവിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായ രീതിയിലുള്ള സൂപ്പർവിഷൻസ് നടത്തുക. അതായത് ആവശ്യത്തിന് ശരിയായ രീതിയിൽ ശ്രദ്ധ കൊടുക്കാതെ ആളുകൾ പേഴ്സണൽ പോളിസീസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമെന്നില്ല. അങ്ങനെ ഫോൾട്ടി ആയിട്ട് ശരിയായ രീതിയിലുള്ള സൂപ്പർവൈഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പരാതികളുടെ എണ്ണവും കുറയുള്ളൂ. അതേസമയം കൂടുതൽ പരാതികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇൻഡിവിജ്വൽ സർവില്. മനസ്സിലായോ? അപ്പൊ അത് കൂടുതൽ ഇറ്റ് വിൽ ക്രിയേറ്റ് മോർ പ്രഷർ എമംഗ് എംപ്ലോയീസിന് അത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് പറ്റും, അവർക്ക് കൂടുതൽ പ്രഷർ കൊണ്ടുപോകപ്പെടുകയും അതോടൊപ്പം തന്നെ അത് ഗ്രീവൻസിന് കാരണമാവുകയും ചെയ്യും. അപ്പൊ ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള സൂപ്പർവൈഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് സൂപ്പർവൈസ് ചെയ്യുന്നു, അതനുസരിച്ച് അതിൽ നിന്ന് കണ്ടെത്തിയ ഫൈൻഡിങ്സ് ഒക്കെ മെമ്പേഴ്സുമായിട്ട് അല്ലെങ്കിൽ സ്റ്റാഫുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അത് പ്രഷറും അതുപോലെ തന്നെ ഗ്രീവൻസുകളൊക്കെ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യും, കാരണമാണ്. അപ്പൊ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പർവൈസറി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പ്രാക്ടീസസ് വളരെ ക്ലിയർ ആയിരിക്കണം. ക്വാളിറ്റി ആയിട്ടുള്ള സൂപ്പർവൈസറി പ്രാക്ടീസസ് നടത്താതിരിക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആയോ? സൂപ്പർവൈസറി ഫാക്ടേഴ്സ് ഓർ പ്രാക്ടീസസ്, സൂപ്പർവൈസറി പ്രാക്ടീസസ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. ഫസ്റ്റ് സെന്റൻസ് faulty supervisory style such as lack of consistent application of personal policies. Personal policies ശരിയായ രീതിയിൽ എന്താ പറയാ നടപ്പിലാക്കുന്നില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അത് എന്താ പറയാ ഫ്രെയിം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ റൂൾസും അതുപോലെ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അവിടെയും പല ആശയക്കുഴപ്പങ്ങള്, ബയാസ്, ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ എംപ്ലോയീസിന്റെ എന്താ പറയാ പ്രഷർ കൂടുകയും ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ലീഡ് ടു ഗ്രീവൻസ്. അതുപോലെ അവിടെ വരട്ടെ ആ സെന്റൻസ് അവിടെ തുടങ്ങി ക്വാളിറ്റി തുടങ്ങി ഗ്രീവൻസസ് വരെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ മാനേജ്മെന്റ് പ്രാക്ടീസസ് കൊണ്ട് ഉണ്ടാകുന്ന ഗ്രീവൻസുകളാണ് നമ്മളിപ്പോ കേട്ടത് മുഴുവനും. ഇനി രണ്ടാമത്തേത് ഗ്രീവൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്, വ്യക്തിപരമായിട്ട്. അതായത് ഓരോ എംപ്ലോയീസിനെ നമ്മൾ അവരെ സൂപ്പർവൈസ് ചെയ്യുമ്പോഴും മോണിറ്റർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവരെ വെച്ച് നോക്കുക വ്യക്തിഗതമായിട്ടുള്ള രീതിയിലുള്ള ഗ്രീവൻസുകൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയി ആണ്. ചില ആളുകളുണ്ട്, ചില എംപ്ലോയീസ് അവർക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അവരെന്ത് ചെയ്യുന്നറിയോ, എപ്പോഴും എന്തെങ്കിലും കാണുന്നതിനും കണ്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ഒരു കാര്യമാണത്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു, അത് നമ്മുടെ ഓർഗനൈസേഷനിൽ നടപ്പിലാക്കാൻ പോകുന്നത്, അപ്പൊ തന്നെ എംപ്ലോയീസ് അതിനെ നെഗറ്റീവായിട്ട് എടുക്കുക. നെഗറ്റീവായിട്ട് എന്തിനിപ്പോ അത് അങ്ങനെ, അതിന്റെ ആവശ്യമില്ല, അങ്ങനെയൊക്കെ ചില ആളുകളുണ്ടല്ലേ, എന്ത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അതിനൊരു നെഗറ്റീവ് മൈൻഡ് കൊടുക്കുക. അത് വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ള രീതിയിൽ അല്ലെ, അതിനെ 100% സ്വീകാര്യമാക്കുന്ന രീതിയിലല്ല. അത് എന്ത് കാര്യം നമ്മളിപ്പോ ഏതെങ്കിലും ഒരു നിലയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നും വളരാനാണ് ആഗ്രഹിക്കുക അല്ലെ, അവിടെ നിന്ന് നമുക്ക് ഗ്രോത്ത് ഉണ്ടാകണം. അത് പേഴ്സണൽ ആയിക്കോട്ടെ, ഗ്രൂപ്പായിട്ടുള്ള ഗ്രോത്ത് ആയിക്കോട്ടെ, ഓർഗനൈസേഷൻ വളർച്ച ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അപ്പൊ ഒരു ഗ്രോത്ത് ആണ് നമ്മൾ എപ്പോഴും എയിം ചെയ്യേണ്ടത്. അല്ലാതെ നിന്ന നിൽപ്പില് അതേ അവസ്ഥയിൽ തന്നെ എന്നും ഇത് നിന്നാൽ അതിന് എന്ത് മാറ്റം അല്ലെ, അതൊരു രസമുള്ള കാര്യമല്ല. അപ്പൊ ഗ്രോത്ത് ആവശ്യമാണ്. അപ്പൊ എന്ത് ചെയ്യും, ഓർഗനൈസേഷൻ പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും. സോ there are some employees which those who have some negative attitude,
അങ്ങനെയുള്ള ആളുകളുണ്ട്. എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണുക. അവർക്ക് എപ്പോഴും എന്തുണ്ടാവും, പല രീതിയിലുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ കെയർലെസ് ഇൻ ദെയർ ജോബ്. അവരവരുടെ ജോലിയിൽ ശ്രദ്ധ കൊടുക്കില്ല. കാരണം നെഗറ്റീവ് മൈൻഡ് ആണല്ലോ, ജോലി ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരോട് കൺസിഡറേഷൻ ഉണ്ടാവില്ല. ഇൻകൺസിഡറേറ്റ് ടു അതേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മറ്റുള്ളവരെ എന്താ പറയാ, അവരെയും കൂടി നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. അപ്പൊ അവർക്കും കൂടി നമ്മള് ഒരു കരുതൽ കൊടുക്കണം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകള് അവരെ പരിഗണിക്കുകയോ അല്ലെങ്കിൽ ഗൗനിക്കുകയോ ഒന്നും ചെയ്യാതെ എന്തെങ്കിലും തോന്നിയ പോലെ, മീൻസ് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ഇതൊന്നും നിർത്തില്ല, എനിക്ക് ഇങ്ങനെ ഒന്നുമല്ല. ഇനി മാത്രമല്ല, ഇവർക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇവരെന്ത് ചെയ്യുന്ന മറ്റുള്ള ആളുകളെയും കൂടിയും എന്ത് ചെയ്യും, തങ്ങളോടൊപ്പം ചേർക്കാൻ പറ്റും. അതാ നമ്മൾ അതിന്റെ ആശയത്തോട് യോജിക്കില്ല, അല്ലെങ്കിൽ ഞാൻ അതൊന്നും ഫോളോ ചെയ്യില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വയം അത് അങ്ങനെ ചെയ്യുകയും ചെയ്യും, മറ്റുള്ളവരെ അവയിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ അതൊരു എന്താ പറയാ, ഒരുപാട് പേരെയൊക്കെ ചേർത്ത് നിർത്തി അതൊരു അൺനെസസറി, ആവശ്യമില്ലാത്ത ഒരു ഗ്രീവൻസുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മള് എന്ത് വിളിക്കുക, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയി എന്ന് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഗ്രീവൻസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ എംപ്ലോയി. ക്ലിയർ ആണോ? യെസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ സെന്റൻസ് ഫസ്റ്റ് വൺ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പോയിന്റുകൾ ഓർത്തിരുന്നാൽ മതി. ഏതൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്ന റിസൾട്ട് ആയിട്ടുള്ള ഗ്രീവൻസുകളുടെ സോഴ്സുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയി ഉണ്ട്. അടുത്തത് ഹെൽത്ത് പ്രോബ്ലംസ്. ഇനി നോക്കിയേ, ചില എംപ്ലോയീസ് നമുക്കറിയാം, ചില എംപ്ലോയീസ് അല്ല, നമുക്കിപ്പോ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും ഹെൽത്തി ആവില്ല അല്ലെ, ആരോഗ്യം 100% ആരോഗ്യത്തിലല്ല. ചില ദിവസങ്ങളിൽ നമുക്ക് അനാരോഗ്യങ്ങൾ ഉണ്ടാക്കാം അല്ലെ. അത്തരം അനാരോഗ്യങ്ങള് എന്താ പറയാ, ഒരു മെന്റൽ ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ ഒക്കെ. അതിപ്പോ നമുക്കിപ്പോ എന്തെങ്കിലും രോഗം, ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടി വന്നിരിക്കുന്നു, നമുക്ക് എന്തെങ്കിലും വയ്യാഴികയുണ്ട്, പക്ഷെ നമുക്ക് വരാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വരുന്നു എന്ന് വിചാരിക്കാം. ചില എന്തെങ്കിലും റീസൺസ് കൊണ്ട് ചില ആളുകൾ ഓഫീസുകളിൽ അല്ലെങ്കിൽ ചില ഓർഗനൈസേഷനിൽ അവിടെ ലീവ് എടുക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മറ്റ് ജോലികളെ തടസ്സപ്പെടാം, ചിലപ്പോൾ നമ്മൾ ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെയുള്ള ഒരുപാട് റീസൺസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വി ആർ ഫോഴ്സ്ഡ് ടു കം. നമ്മൾ വയ്യായെങ്കിലും പോരാനായിട്ട്, ഓർഗനൈസേഷനിലേക്ക് ജോലിക്കായി വരാനായിട്ട് നിർബന്ധിതരാകുകയാണ്. അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്ക് മെന്റലി നമുക്ക് ഒരുപാട് ടെൻഷൻസും അതുപോലെ രോഗത്തിൻ്റെതായ വേദനകളും യാതനകളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെ വരുന്ന ആളുകളോട്, എംപ്ലോയീസിനോട് നമുക്ക് ആ ഒരു രീതിയിലാണ് പെരുമാറേണ്ടത്. അല്ലെങ്കിൽ എന്ത് വെച്ചാൽ അവർക്ക് അത്തരം പരാതികളൊക്കെ ഉണ്ടാകും. അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഗ്രീവൻസുകളിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ അങ്ങനെയുള്ള പേഴ്സൺസ് വെൻ ദേ ആർ ഓൾറെഡി ടെൻസ്ഡ്, അങ്ങനെ ഹെൽത്ത് കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരെ ആ ഒരു രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. അവർക്ക് പ്രത്യേക കൺസേൺ കൊടുക്കണം, പ്രത്യേക കരുതൽ, വയ്യാണ്ട ഓക്കെ ശരി, ആ രീതിയിൽ വന്നല്ലോ എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ടു ഗ്രീവൻസ്. ഓക്കെ, അല്ലെങ്കിലാണത് പരാതികളിലേക്ക് പോകുക. Employees suffering from health issues like depression, mental tension may find out like by airing their grievances. അവരുടെ grievances വർദ്ധിക്കാൻ സാധ്യതകളുണ്ട്, പരാതികൾ. കാരണം അവർക്ക് വേണ്ട പരിഗണന അന്നേരം കൊടുത്തില്ലെങ്കിൽ. ക്ലിയർ ആയോ? ഹെൽത്ത് പ്രോബ്ലംസ് എന്തിലേക്ക് നയിക്കുന്നു, അതും ഗ്രീവൻസിന് കാരണമാകാൻ സാധ്യതകളുണ്ട് എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത പറയാൻ പോണേ, അടുത്തത് ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻസ് ആണ്. ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻസ് പറഞ്ഞാൽ എന്താ, ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ എന്നൊക്കെ നമ്മൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ഇതൊരു നടക്കാത്ത മോഹങ്ങൾ, എന്തൊരു നടക്കാത്ത സ്വപ്നങ്ങൾക്ക്. ചില എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ദേ മേ എക്സ്പെക്ട് ഹൈ എസ്റ്റീം എന്ന് വെച്ചാൽ എന്താ, ഒരുപാട് പരിഗണന, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പരിഗണിക്കപ്പെടണം. ഒരു ഓർഗനൈസേഷനിൽ ജോലിക്കുള്ള ചില ആളുകളുടെ ഒരു രീതിയാണ്, എന്നെ ഇന്നതായിട്ട് കാണണം, എന്നെ എനിക്കൊരു ഇച്ചിരി നിലയും വിലയൊക്കെ തരണം എന്നൊക്കെ സ്വന്തമായിട്ട് തീരുമാനിച്ച് എക്സ്പെക്ട് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെയുള്ളവർ എന്താ പറയാ, അവർ കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഓവർ അംബീഷ്യസ് ആയിരിക്കും. ഭയങ്കര അതിയായ ആഗ്രഹം, നമ്മൾ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ എന്തൊക്കെയാണ് എന്ന് സ്വയം വരുത്തി വെക്കുന്ന ചില ആൾക്കാരുണ്ട്. നമ്മളെ തന്നെ സ്വന്തമായിട്ട് പൊക്കി വെക്കുന്ന ചില ആളുകൾ. പക്ഷെ അത് ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും, ഗ്രീവൻസുകൾക്ക് കാരണമാകും. എന്ന് വെച്ചാൽ എന്താ, അത് മറ്റുള്ളവരെ നമുക്ക് തന്നില്ലായിരുന്നു, നമ്മളിങ്ങനെ ആരൊക്കെയാണെന്ന് ചിന്തിച്ചൂടി വെക്കുന്നു. പക്ഷെ നമ്മളുടെ കൂടെയുള്ള എംപ്ലോയീസോ അല്ലെങ്കിൽ മാനേജ്മെന്റോ ദേ ആർ നോട്ട് കൺസിഡറിങ് ഇറ്റ്. അവരങ്ങനെ ഒരു കൺസെഷൻ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ നമുക്ക് തന്നില്ല എങ്കിൽ വി ഫീൽ
ഡിസപ്പോയിന്റഡ്. നമുക്ക് എന്ത് തോന്നും? അത്തരം ഒരു ഡിസപ്പോയിന്റ്മെന്റ്, അയ്യോ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു പക്ഷെ എനിക്ക് ഇവിടെ അത് കിട്ടുന്നില്ല. ഇറ്റ് മേ ലീഡ് ടു ഗ്രീവൻസ്. അതും ഒരു ഗ്രീവൻസിന് കാരണമാണ്. ഓക്കെ, ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻസ്. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റിന്റെ രീതിയിൽ ഗ്രീവൻസുകളുടെ 3 രൂപങ്ങളാണ്. ഒന്ന് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയി, 2 ഹെൽത്ത് പ്രോബ്ലംസ്, ആൻഡ് 3 ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻസ്. ഇതിനകത്ത് വരുന്നത് ഏതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദ്യം ചോദിക്കും കേട്ടോ. Which of the following comes under the grievance resulting from personal management എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇത് 3 തരും, ചിലപ്പോൾ ഇതിൽ പെടാത്ത മറ്റേ മാനേജ്മെന്റ് പ്രാക്ടീസസിനകത്ത് നിന്നുള്ളത് എടുത്ത് തരും. ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റുകളൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഈ 3 ഒന്ന് വായിച്ചു നോക്കി വേഗം. അത് വായിച്ചിട്ട് അടുത്തതിലേക്ക് പോകാം. കഴിയുമ്പോ ഒന്ന് വേഗം പറയാ. ഓക്കെ എന്നോ? നീ പറയണോട്ടോ അല്ലേ? യെസ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്കിംഗ് കണ്ടീഷൻസുമായി ബേസ് ചെയ്തിട്ടുള്ള ഗ്രീവിയൻസിന്റെ സോഴ്സുകളാണ്. വർക്കിംഗ് കണ്ടീഷൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ജോലി, അതിന്റെ ചുറ്റുപാട്, അവിടുത്തെ അവസ്ഥകൾ ഒക്കെ മറ്റുമായിട്ട് ബന്ധപ്പെടുത്തി എന്തൊക്കെ ഗ്രീവിയൻസ് കാരണങ്ങൾ ഉണ്ടാകാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് റിജിഡ് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സ്. ചില ഓർഗനൈസേഷൻസ് ഉണ്ട്, നമ്മളുടെ ഒരു ഉൽപാദന നിലവാരം ഇത്രയായിരിക്കണം, നമ്മളുടെ ഒരു ഉൽപാദന ക്ഷമത എന്ന് നേരത്തെ കൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടാണ്. ഒരു റിജിഡിറ്റി എന്ന് വെച്ചാൽ എന്താ? ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ അത് ചിലപ്പോ എല്ലാ എംപ്ലോയീസും കൂടി എത്ര പേരുണ്ടായിരുന്നു അവരെയൊക്കെ കൂടി ശ്രമിച്ചിട്ട് ചിലപ്പോ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നിലവാരത്തിൽ എത്താൻ പറ്റുന്നില്ല. മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ ഒരുപാട് എംപ്ലോയീസിന് അവിടേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. അതെന്താകാം? ഗ്രീവിയൻസിന് കാരണമാകാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ അവര് പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ നമ്മളുടെ പ്രൊഡക്ഷൻ എന്തെങ്കിലും ഒരു സാധനം, ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക, ഒരു ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കുക. അവിടെ അവര് പറഞ്ഞിരിക്കുകയാണ് ഒരു ദിവസം ഈ എംപ്ലോയീസ് എല്ലാം കൂടി ഒരു 100 യൂണിറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യണം, 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം, ഒരു ദിവസത്തെ ടാർഗറ്റ് ആണെന്ന് വിചാരിക്കാം. പക്ഷെ എംപ്ലോയീസ് എത്ര കടന്ന് തലമുട്ടി മറിഞ്ഞിട്ടും എല്ലാവരും കൂടി ചേർന്നിട്ട് ആ 100ലേക്ക് അവർക്ക് എത്തുന്നില്ല. എങ്ങനെ വന്നിട്ടും ചിലപ്പോ 50, 60, 70 ഒക്കെ വരുന്നുള്ളൂ. 80, 90ലേക്കോ 100ലേക്കോ പോലും അവർക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പ്രൊഡക്ഷൻ എത്തിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാനൊരു യൂണിറ്റിന്റെ ബേസിസിൽ ഇതൊരു എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പൊ 1 ഡേയും 2nd ഡേയും 3rd ഡേയും 4th ഡേയും ഒക്കെ കഴിഞ്ഞു. മാക്സിമം ട്രൈ ചെയ്തു, അവരുടെ മുഴുവൻ എഫിഷ്യൻസി അവരെടുത്തു. പക്ഷേ they cannot reach that particular standard. അവർക്ക് ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? 100 സ്റ്റാൻഡേർഡ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാനേജ്മെന്റ്, അവിടേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? പരാതികളായി, പരിഭവങ്ങളായി. എംപ്ലോയീസ് പറയും, ഇത് നമ്മളെ കൊണ്ട് നടക്കില്ല, ഇവരെത്ര പറഞ്ഞാലും നമുക്ക് പെർ ഡേയില് ഈ 100 യൂണിറ്റ് ഉണ്ടാക്കണം എന്ന് പറയുന്നത് അത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവർക്ക് വിഷമമായി, ബുദ്ധിമുട്ടായി, ഓവർകം ടൈം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 3 ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് എന്താ പറയാ ഉച്ചയ്ക്കുള്ള ലഞ്ച് ബ്രേക്ക് പോലും നമ്മൾ ഷോർട്ട് ചെയ്ത് ഒക്കെ ജോലി ചെയ്യുന്നു. അങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങള് ഒരു എന്താ പറയാ ഗ്രീവൻസിന് കാരണമാകാം. ഫസ്റ്റ് വൺ. അടുത്തത് എന്താ? മിസ്മാച്ച് ഓഫ് ദ സ്കിൽസ് ഓഫ് ദ വർക്കർ ആൻഡ് ദ റിക്വയർമെന്റ് ഓഫ് ദ ജോബ്. എന്ത് ജോലിയാണ്, ആ ജോലിയുടെ ആവശ്യം എന്താണ്, അതോടൊപ്പം തന്നെ അതിന് വേണ്ട സ്കിൽ, ഏത് കഴിവുള്ള ആളെയാണ് വേണ്ടത്, ഇത് രണ്ടും നോക്കിയിട്ടാണ് ഒരു ജോലി ആൾക്ക് കൊടുക്കുക അല്ലെ? പക്ഷെ ചില സാഹചര്യങ്ങളിലെ ആ ജോലിക്കാരുടെ കഴിവ് എന്താണെന്നൊന്നും നോക്കാണ്ട് തന്നെ കൊണ്ടുപോയി ആ ജോലി അവർ കൊടുക്കുക. അതാണ് മിസ്മാച്ച് എന്ന് വെച്ചാൽ മാച്ച് ചെയ്യാത്ത കഴിവുകളെ ഒരു ജോലിയിൽ കൊണ്ടുപോയിരുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ടീച്ചിങ്ങിന് ഒരു കഴിവില്ല, ഒരു എന്താ പറയാ ഒന്നും തന്നെ പഠിപ്പിക്കാൻ അറിയില്ല, കുറെ പഠിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ അറിയില്ലാത്ത ഒരാൾക്ക് കൊണ്ടുവന്ന് ആ ഒരു ടാസ്ക് കൊടുക്കുന്നു. അപ്പൊ എന്ത് പറ്റും? നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. അതനുസരിച്ച് നമുക്ക് വളരേണ്ട സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ അതൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെടും. ഓക്കെ, അതൊന്നും ഇല്ലാണ്ടാകും. അപ്പൊ അങ്ങനെ കൊടുക്കാതിരിക്കുക, എന്ത് ചെയ്യാം? മിസ്മാച്ച് ചെയ്ത് കൊടുക്കണ്ട. കഴിവുള്ളവർക്ക് കൊടുക്കുക, കഴിവില്ലാത്തവർക്ക് അവരുടെ കഴിവ് മനസ്സിലാക്കി അവർക്ക് പറ്റുന്ന ജോലി പ്രൊവൈഡ് ചെയ്യാം. മിസ്മാച്ച് ഓഫ് സ്കിൽ ആൻഡ് ദ റിക്വയർമെന്റ് ഓഫ് ദ ജോബ്. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ്
പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ് റിജിഡ് ആക്കുക, അതുപോലെ തന്നെ മിസ്മാച്ച് ഓഫ് സ്കിൽസ് ഓഫ് ദ വർക്കർ ആൻഡ് ദ റിക്വയർമെന്റ് ഓഫ് ദ ജോബ്. അടുത്തത് ലാക്ക് ഓഫ് ആഡക്വേറ്റ് ടൂൾസ്. ഇനി മറ്റൊരു ഗ്രീവൻസിന് കാരണം എന്താണെന്നറിയോ? ഈ എംപ്ലോയീസിന് അവർക്ക് ജോലി കൊടുത്തു, പക്ഷേ അവർക്ക് ആ ജോലി ചെയ്യുന്നതിന് ആവശ്യമായ ടൂൾസ്, എക്യുപ്മെന്റ്സ്, മെഷീൻസ് അതൊന്നും കൊടുക്കുന്നില്ല. ആ ജോലി അതുകൂടി ഉണ്ടായാൽ ചിലപ്പോ ആ ടാസ്ക് സക്സസ്ഫുള്ളി അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സക്സസ് അല്ല, കാരണം വെറുതെ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യാണ്. അതിന് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസും മെഷീനറീസും അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഒന്നും ഇല്ല. പിന്നെ ഫുൾ മാൻ പവറിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലേ, ഫുൾ മാൻ പവർ ഉപയോഗിച്ച് ചെയ്യുന്നു. അതിനെ ആ പണിയെ ലഘൂകരിക്കാൻ പറ്റിയ ടൂൾസും എക്യുപ്മെന്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയർ ആയിട്ട് സിംപിളർ ആക്കാനായിട്ട് ജോലിയെ പറ്റും അല്ലെ. അതില്ലാതിരിക്കുമ്പോഴും ആളുകൾക്ക് പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലെ. അങ്ങനത്തെ എന്താ പറയാ, അങ്ങനെ ചില എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ ടൂൾസ് ഉപയോഗിച്ച് ജോലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പൊ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അതിനകത്ത് ഉപയോഗിക്കേണ്ട ചില ടൂൾസ്, കുറച്ച് ടൂൾസ് തന്നു. ഒരു 10, 50, 100 എംപ്ലോയീസ് ഉണ്ട്. അതിൽ ഒരു 10, 20 ടൂൾസ് മാത്രം തന്നു. ഇവരോട് എല്ലാവരോടും കൂടി വേഗം ജോലി ചെയ്യാൻ പറയുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്റെ വേഗം തീർക്കണം, എന്റെ ജോലി വേഗം തീർക്കണം എന്ന് വിചാരിച്ച് നമ്മൾ എല്ലാവരും കൂടി വേണമെങ്കിൽ ആ ടൂൾസിന് വേണ്ടി കിടന്ന് ഇടിപിടി കൊടുക്കേണ്ടി വരും. കാരണം ടൂൾസിന്റെ എണ്ണം കുറവ്, എക്യുപ്മെന്റ്സ് ശരിയായ രീതിയിലില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ മെഷീൻസ് അധികം ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? അതിന്റെ ടൂൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വരുമ്പോൾ ഓർഗനൈസേഷൻ എംപ്ലോയീസിന് പരാതികൾ വരാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പൊ lack of adequate tools, machines and equipments to successfully complete a task. കൊടുത്തിരിക്കുന്ന ടാസ്കിന് ശരിയായ രീതിയിൽ വിജയകരമായി ചെയ്യാൻ വേണ്ട ടൂൾസും മെഷീൻസും അതൊന്നും ഇല്ലാതിരിക്കുക. ഓക്കെ, ലാക്ക് എന്ന് വെച്ചാൽ നോൺ അവൈലബിലിറ്റി, ഇല്ലാതിരിക്കുക. അടുത്തത് ചേഞ്ചിങ് ഇൻ വർക്കിംഗ് അവേഴ്സ് ടെക്നിക്സ്. ഈ വർക്കിംഗ് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ആദ്യം പറയുന്നു 6 മണിക്കൂർ ജോലി ചെയ്താൽ മതി, കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ പറയുന്നു നിങ്ങൾ 7 മണിക്കൂർ ജോലി ചെയ്താലേ നമുക്ക് നമ്മളുടെ ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. പിന്നീട് 6 മണിക്കൂർ ആകുന്നു, 6.5 മണിക്കൂർ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ വർക്കിംഗ് അവേഴ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആവില്ല എംപ്ലോയീസിന് അല്ലെ. അത് ഗ്രീവൻസുകൾക്ക് കാരണമാകും. ക്ലിയർ ആയോ? ചേഞ്ചസ് ഇൻ വർക്കിംഗ് അവേഴ്സ് ഓർ ടെക്നിക്സ്. മനസ്സിലായില്ലേ പോയിന്റ്? അത്രയൊക്കെ ഉള്ളത്. പുവർ റാപ്പോർട്ട് വിത്ത് ദ സൂപ്പർവൈസേഴ്സ്. പുവർ റാപ്പോർട്ട് മീൻസ് റിലേഷൻ. അത് ശരിയായ ബന്ധമില്ലാതിരിക്കുക ആരുമായിട്ട്? സൂപ്പർവൈസേഴ്സിനോട്. അതായത് ആളുകളുടെ ജോലിയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത് സൂപ്പർവൈസേഴ്സ് ആണ്. എല്ലാവരും ജോലിയൊക്കെ മര്യാദ ചെയ്യുന്നുണ്ടോ, മാനേജ്മെന്റ് എപ്പോഴും നേരിട്ട് വന്നൊന്നും ചെക്ക് ചെയ്യില്ല അല്ലെ. അതിന് പകരം സൂപ്പർവൈസേഴ്സിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സൂപ്പർവൈസേഴ്സ് ഹാവ് ടു സൂപ്പർവൈസ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ വർക്കേഴ്സ് അവരുടെ പെർഫോമൻസ് ഒക്കെ നോക്കേണ്ടത്, മോണിറ്റർ ചെയ്യേണ്ടതൊക്കെ സൂപ്പർവൈസേഴ്സ് ആണ്. അങ്ങനെ സൂപ്പർവൈസേഴ്സ് അതെന്ത് ചെയ്യുന്നത്? അങ്ങനെ സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്ത് വാട്ട് കംസ് ടു ദ നോട്ടീസ്, അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ ഷുഡ് ബി ഇൻഫോംഡ് ടു ദ മാനേജ്മെന്റ്. ആരെ അറിയിക്കണം? മാനേജ്മെന്റിനെ അറിയിക്കുന്ന ചില എംപ്ലോയീസ് കുഴപ്പമാണ്, അല്ലെങ്കിൽ അവര് എന്താ പറയാ ശരിയായ രീതിയിൽ അത് വർക്ക് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോൺ നോക്കിയിരിക്കുന്നു അല്ലെ. ഇതൊക്കെ കാണുകയാണെങ്കിൽ കണ്ണിൽ കാണുന്ന കാര്യം എന്ത് ചെയ്യണം? കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം. അതാണ് പറയുന്നത് സൂപ്പർവൈസേഴ്സ് ശരിയായ രീതിയിൽ റിപ്പോർട്ടുകളൊക്കെ കൊടുക്കണം, വേണ്ട ചില നിർദ്ദേശങ്ങളൊക്കെ എന്തെങ്കിലും കൊടുക്കണം അല്ലെ. അല്ലെങ്കിൽ അപ്പൊ അറിയിക്കേണ്ട കാര്യങ്ങൾ അവരെ അറിയിക്കണം. ഓൾ ദാറ്റ് തിങ്സ്. ക്ലിയർ ആയോ? Poor rapport with the supervisors. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ബാഡ് കണ്ടീഷൻസ് ഓഫ് വർക്ക് പ്ലേസ്. അതായത് നമ്മളുടെ വർക്ക് പ്ലേസിലെ ചില ബാഡ് കണ്ടീഷൻസ്, മോശമായ അവസ്ഥ എന്ന് വെച്ചാൽ ശരിയായ രീതിയിൽ വെള്ളമില്ല, അൺഅവൈലബിലിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും അത്യാവശ്യം വർക്കേഴ്സിന് കൊടുക്കേണ്ട 2 സൗകര്യങ്ങളാണ്. ഒന്ന് പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ, മാത്രമല്ല ഒരു നല്ല വാഷ്റൂം അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി. ഇതൊക്കെ കൃത്യമായിട്ട് ആളുകൾക്ക് വേണം, അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പൊ അത് ഇല്ലാതിരിക്കുക. പിന്നെ തന്നെ എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ജോലി സ്ഥലത്ത് ഉപയോഗിക്കുന്ന മെഷീൻസോ അല്ലെങ്കിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഡാമേജ്ഡ് ആയത്, തല്ലിപ്പൊളിഞ്ഞത്, കൊണ്ട സാധനമൊക്കെ കൊടുക്കുക അല്ലെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്. പിന്നെ സാനിറ്റൈസേഷൻ ഫെസിലിറ്റീസ് ശരിയായ രീതിയിൽ ഇല്ലാതിരിക്കുക. സാനിറ്റേഷൻ ഫെസിലിറ്റീസ് അതായത് നമ്മൾക്ക് ഈ ടോയ്ലറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. സ്ത്രീകളായാലും അതേപോലെ പുരുഷന്മാരായാലും അവർക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള അത്തരം ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ ഇല്ലാതിരിക്കുമ്പോഴും പരാതികളും പരിഭവങ്ങളും താനെ അങ്ങോട്ട് ഉടലെടുത്തോളും ഇല്ലേ.
നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളിൽ ഇഷ്ടം പോലെ പേരുണ്ടാവും. അവിടെ നമുക്ക് എന്താ പറയാ നമ്മൾ യൂസ് ചെയ്യുന്ന വാഷ്റൂമില് ചിലപ്പോ എന്താ പറയാ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, കുറെ ദിവസം മാനേജ്മെന്റ് പറയുന്നു റെസ്പോൺസ്, അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറെ ദിവസം നമ്മൾ തന്നെ പരസ്പരം പരാതികളായിട്ട് അങ്ങനെ ഇതൊന്നും മര്യാദ പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, എത്ര ദിവസമായി പറഞ്ഞിരിക്കുന്നു, കണ്ടോ, എല്ലാവരും കൂടി ചേർന്നതൊരു പരാതിയാണ് അല്ലെ? അതുപോലെ തന്നെ നമുക്ക് ഒരു ഇത് വേണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു ഫാൻ കൂടി ഒരെണ്ണം വേണം എന്ന് പറഞ്ഞിട്ട് കുറെ നാളായി നമ്മളിവിടെ ചൂടെടുത്ത് ചാകുന്നു എന്ന് പറയുന്നു, പക്ഷെ ഇതൊന്നും ഗൗനിക്കുന്നില്ല. ഇതൊക്കെ പരാതികൾ തന്നെയാണ്. അപ്പോ ബാഡ് കണ്ടീഷൻസ് ഓഫ് വർക്ക് പ്ലേസ് ലൈക്ക് അൺഅവൈലബിലിറ്റി ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ, ഡാമേജ്ഡ് വർക്ക് സ്റ്റേഷൻസ്, inadequate sanitation facilities etc. add to grievanceന് കാരണമാണ്. ക്ലിയർ ആയല്ലോ? Okay, and the last one is poor disciplinary system. അച്ചടക്കം തന്നെയല്ലേ ഡിസിപ്ലിൻ അല്ലേ? ഓക്കെ, അപ്പൊ ഒരു ശരിയായ രീതിയിലുള്ള അച്ചടക്ക സമ്പ്രദായം ഇല്ലാതിരിക്കുക എന്ന് വെച്ചാൽ അച്ചടക്കം അത് അധികവും ആവാൻ പാടില്ല അല്ലെ, വളരെ കുറഞ്ഞും പോകാൻ പാടില്ല. അങ്ങനെയല്ലേ? അച്ചടക്കം ഭയങ്കര അച്ചടക്കത്തിലൊക്കെ ഇപ്പൊ നമ്മളെ പറയില്ലേ, കുട്ടികളെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അച്ചടക്കമൊക്കെ പഠിപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് കുറെ അങ്ങോട്ട് നമ്മൾ വടിയുടെ തുമ്പത്ത് നിർത്തി ഇന്നത്തെ പിള്ളേരൊക്കെ അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു ഫ്രീഡം കിട്ടാൻ നോക്കിയിരിക്കും, അവരെന്ത് ചെയ്യും? അത് മാക്സിമം അവരത് മിസ്യൂസ് ചെയ്യും അല്ലെ? അപ്പൊ അത് വേണ്ട, ഒരു എന്താ പറയാ ആവറേജ് ലെവലിലാണ് ഡിസിപ്ലിൻ നമ്മൾ കൊണ്ടുപോകേണ്ടത്. അധികമായി എന്താ പറയാ ഒട്ടും തന്നെ ഇല്ലെങ്കിലും രണ്ടും അപകടമാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഡിസിപ്ലിൻ സിസ്റ്റം ടു മച്ചും ആവട്ടെ ടു ലോ ആണ്, രണ്ടും ഒരു ആവറേജ് ലെവലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ രണ്ടും ഹാർംഫുൾ ആണ്. ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാതെ ജോലി ചെയ്യുന്നതും അത് ഭയങ്കരമായ ഡിസിപ്ലിൻ കാണിപ്പിച്ച് അവരെ കൊണ്ട് അനുസരിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതും തമ്മില് എന്തുണ്ട്? അത് രണ്ടും ഹാർംഫുൾ ആണെന്നാണ് പറയുക. അതും ഗ്രീവൻസിന് കാരണമാകും. ഇപ്പൊ ഇതിൽ കൂടി ഒക്കെ എംപ്ലോയീസ് ജോലി ചെയ്തുകൊണ്ട് നടക്കുന്നു, എവിടെ കൂടിയൊക്കെ മാനേജ്മെന്റ് വരുന്നുണ്ടോ, മാനേജേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏത് നേരം അതിനകത്ത് കയറുന്ന മുതല് പുറത്തേക്ക് ഇറങ്ങുന്നവരെ വായ ഇറക്കാൻ പാടില്ല, ചുണ്ടറക്കാൻ പാടില്ല എന്ന് പറഞ്ഞേക്കുന്നത് കുറച്ച് കടന്നു കൈയായി പോകും അല്ലെ? അങ്ങനെയല്ലേ? അപ്പൊ അത് പാടില്ല. അങ്ങനെ അധികവും വേണ്ട, ഏറ്റവും ലൂസ് ആയിട്ടും എടുക്കുന്ന ഫ്രീ ആയിട്ടും എടുക്കാൻ പാടില്ല അച്ചടക്കം. ഏറ്റവും അതിന്റെ ആവറേജ് ലെവലിൽ ആകുകയാണെങ്കിൽ രണ്ടും ഈക്വൽ ആകും, അല്ലെങ്കിൽ ആണ് ഈ പറയുന്ന ഗ്രീവൻസുകളൊക്കെ വരിക. So that are the working conditions, sources of grievance. Working conditions കൊണ്ട് ഉണ്ടാകാവുന്ന ഗ്രീവൻസിന്റെ സോഴ്സസ് സ്രോതസ്സുകളാണ് നമ്മൾ പറഞ്ഞപ്പോ. ഗ്രീവൻസ് സോഴ്സസ് വരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് മാനേജ്മെന്റിന്റെ പ്രാക്ടീസസ്, ഗ്രീവൻസ് റിസൾട്ടിംഗ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. 3 തമ്മിൽ പല വ്യത്യാസമുണ്ട്. മറ്റേത് പേഴ്സണൽ ആണ്, വ്യക്തിപരമാണ്. എംപ്ലോയീസിന്റെ ഹെൽത്ത്, അവരുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അവരുടെ ഇംപ്രാക്ടിക്കൽ എക്സ്പ്ലനേഷൻ, അവർ തന്നെ സ്വന്തമായിട്ട് ഞാനൊക്കെ ആരൊക്കെയാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന തീരുമാനങ്ങൾ, അതിന് കൃത്യമായ സ്ഥാനവും മാനൊക്കെ കിട്ടാണ്ടാവുക സ്വന്തമായിട്ട് പരാതികൾ വരും. ഓക്കെ, മറ്റേത് മാനേജ്മെന്റ് നടപ്പിലാക്കുന്ന ചില രീതികൾക്ക് എതിരാകുന്ന ചില ഗ്രീവൻസുകളാണ്, പരാതികളാണ്. ഓക്കെ, മറ്റേത് വർക്കിംഗ് കണ്ടീഷൻസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തേക്ക് ഞാൻ പോവുകയാണ്. ഇഫക്ട്സ് ഓഫ് ഗ്രീവൻസ്. ആയിക്കോട്ടെ, അടുത്തേക്ക് എല്ലാവർക്കും മനസ്സിലായില്ല? ആ സെന്റൻസ് ഒക്കെ വളരെ സിമ്പിൾ സെന്റൻസിലാണ് എഴുതിയേക്കണേ. വലിയ കാര്യമായിട്ട് അതിനകത്ത് നമുക്ക് എന്താ പറയാ കടിച്ചാപ്പൊട്ടാത്ത കാര്യങ്ങളൊന്നും അതിനകത്ത് എഴുതി വെച്ചിട്ടില്ല. സോ moving to the next topic, effects of grievance. ഇനി ഈ ഗ്രീവൻസ് പരാതികൾ കൊണ്ടുണ്ടാകുന്ന എന്താ പറയാ പ്രതിഫലം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ ഇഫക്ട് എന്താണ്? പരാതി വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ അത്തരം പരാതികൾ എന്തിനേക്ക് എഫക്ട് ചെയ്യും? പ്രധാനമായിട്ടും പരാതികൾ എഫക്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ, ഉത്പാദനത്തെ എഫക്ട് ചെയ്യും, എംപ്ലോയീസിനെ എഫക്ട് ചെയ്യും, ആൻഡ് ദ മാനേജേഴ്സിനെ എഫക്ട് ചെയ്യും. എന്ന് വെച്ചാൽ പരാതികൾ ഇങ്ങനെ കുന്നുകൂടിയാൽ അത് നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ, ഉത്പാദനം, അതിനെ എന്താ പറയാ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ മാനേജേഴ്സിനെ എഫക്ട് ചെയ്യും, അതോടൊപ്പം തന്നെ എംപ്ലോയീസിനെയും എഫക്ട് ചെയ്യും. മനസ്സിലായോ? എംപ്ലോയീസിനാണ് പരാതികളുള്ളത്. എംപ്ലോയി ഗ്രീവൻസുകൾ വന്നു കഴിഞ്ഞാൽ അത് എംപ്ലോയീസിന് തന്നെയും എന്താ പറയാ പല രീതിയിലും എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് ഇനി പറഞ്ഞിട്ടുണ്ട്. ഹൗ പ്രൊഡക്ഷൻ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ എഫക്ട് ചെയ്യുന്നത് അഡ്വേഴ്സ്ലി ആണ്. അഡ്വേഴ്സ്ലി ഓർ ഇൻവേഴ്സ്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. ഗ്രീവൻസുകൾ ഉണ്ടായാൽ പ്രതികൂലമായി എന്തിനെ ബാധിക്കും? ഉത്പാദനത്തെ. അനുകൂലമായിട്ടല്ല, ഉത്പാദനം കൂടൂല, പ്രൊഡക്ടിവിറ്റി ഒന്നും കൂടുതൽ ചെയ്യണം. പ്രതികൂലമായിട്ട് എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? ഗ്രീവൻസുകളുടെ പ്രതിഫലനം എവിടെയൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു? പ്രൊഡക്ഷനില്, എംപ്ലോയീസില്, മാനേജേഴ്സില്.
പ്രൊഡക്ഷനിൽ ഉള്ള ആ ഒരു പ്രതിഫലനം എങ്ങനെയാണ്? നെഗറ്റീവ് ആണ്, അതായത് അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, പ്രൊഡക്ഷനെ നമ്മളുടെ ഗ്രീവൻസ് ബാധിക്കുന്നത് അനുകൂലമായി അല്ല. എന്ന് വെച്ചാൽ പരാതികളും പരിഭവങ്ങളും ഇങ്ങനെ കുന്നുകൂടി വരുമ്പോൾ അവിടെ അത് ഉൽപാദനത്തെ, ഒരു ഓർഗനൈസേഷനിൽ എന്ത് സാധനമാണോ നടക്കുന്നത്, എന്തെങ്കിലും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനോ ഇതിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ ബാധിക്കുന്നത്? നെഗറ്റീവായിട്ട്, അഡ്വേഴ്സ് ആയിട്ട്, പ്രതികൂലമായി ബാധിക്കുന്നു. പറയാം ഒന്നുകൂടി ആ പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാക്കും എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിക്ലൈൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ. എന്ത് ചെയ്യും? നമ്മുടെ ഉൽപാദനത്തിന്റെ ഗുണനിലവാരം അവിടെ കുറയും. കാരണം ആൾക്കാര്, എംപ്ലോയീസ് ഒക്കെ പരാതികളായിട്ട് നടക്കുകയാണല്ലോ. അവരുടെ പരാതികളൊന്നും തീർത്തു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ പരിഹാരങ്ങൾക്ക് സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? അത് അവരുടെ ജോലിയിൽ പ്രതിഫലിക്കും. മനസ്സിലായി? ഇപ്പൊ എനിക്ക് ഒത്തിരി പരാതികളുണ്ട്, ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി പരാതികളുണ്ട്. ഞാൻ ആ പരാതികൾ എന്റെ മനസ്സിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട്, അല്ലെങ്കിൽ ഞങ്ങള് പരസ്പരം എംപ്ലോയീസ് തമ്മിൽ എന്ത് ചെയ്യുന്നു, ഞങ്ങളത് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങോട്ടും പറഞ്ഞു ഇങ്ങനെ ബന്ധിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ആ ജോലിയിൽ റിഫ്ലക്ട് ചെയ്യും. എങ്ങനെ? ഈ ആ പഠിപ്പിക്കുന്നതിലും വലിയ താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലൊക്കെ ഇന്ന് അങ്ങനെ പഠിപ്പിക്കുന്നു. ഫാമിലി മനസ്സിലാക്കിയാൽ മതി, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോകും എന്ന് വിചാരിക്കും. അല്ലെ? അങ്ങനെയല്ലല്ലോ. നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സെന്റൻസ്, 2 സെന്റൻസ് കേൾക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകുന്നുണ്ടോ, മനസ്സിലായില്ലെങ്കിൽ പറയണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി. അതെന്റെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. അത് വ്യക്തമാക്കി നിങ്ങളിലേക്ക് തരിക എന്നുള്ളത്. അപ്പൊ എത്ര പ്രാവശ്യമെങ്കിലും പറഞ്ഞു തന്നാലാണ് അത് നിങ്ങളിലേക്ക് എത്തുക എന്ന് എനിക്ക് തോന്നും. അല്ലെ? ചില സെന്റൻസുകൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മളത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അങ്ങ് തരണം. തന്നു കഴിഞ്ഞ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് നമ്മുടെ മനസ്സിലൊരു ബോധ്യമാണ്. ഇപ്പൊ ക്യാമറ ഒന്നും ഓൺ അല്ലാത്തത് കൊണ്ട് മുഖത്ത് നോക്കി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ആണെന്നെങ്കിലും നിങ്ങളുടെ മുഖത്ത് എക്സ്പ്രഷൻ വരും, ക്ലിയർ ആയി എന്നുള്ള രീതിയിൽ. അല്ലെ? ഒരു ചെറിയ ചിരിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സാറ്റിസ്ഫാക്ഷന്റെ ഒരു മുഖമൊക്കെ ഇങ്ങനെ മിന്നി പറയും. അപ്പൊ നമുക്ക് മനസ്സിലായി, കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതല്ല എന്ന് വിചാരിച്ച് കണ്ടോ തെറ്റിയൊക്കെ ചുരിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും കാര്യം നമുക്ക് വ്യക്തമായി പിടികിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ജോലി ചെയ്യാം. അപ്പൊ ഇവിടെ ഗ്രീവൻസുകൾ, പരാതികൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കുമ്പോൾ അത് നമ്മുടെ ജോലിയിൽ റിഫ്ലക്ട് ചെയ്യും. ഞാൻ അങ്ങനെ വന്നിട്ട് എന്താ പറയാ, മാനേജ്മെന്റ് നമ്മളുടെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരമില്ല, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മളുടെ പരാതികളെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിയുമ്പോൾ അത് നമ്മുടെ ജോലിയിൽ ബാധിക്കും. ഓക്കെ, അതാണ് പറയുന്നത് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമ്മളുടെ ഉത്പാദനക്ഷമത അങ്ങോട്ട് അതിന്റെ ആ ഒരു ക്വാളിറ്റി, ഗുണനിലവാരം ഇല്ലാണ്ടാകും, കുറഞ്ഞു വരും. അത് ആണ് പ്രൊഡക്ഷനെ ബാധിക്കുന്ന ഒന്നാമത്തെ ഗ്രീവൻസിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായോ? അതെ. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെയും പ്രൊഡക്ടിവിറ്റി കുറയും. നമ്മൾ ചെയ്യുന്ന ജോലി ഇപ്പൊ നേരത്തെയൊക്കെ വളരെ വന്നിരുന്ന സമയത്തൊക്കെ വളരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഭയങ്കര നല്ല പെർഫോമൻസ് ഒക്കെ ഒരു ഓഫീസിൽ 5 മണിക്കൂറോ 5.5 മണിക്കൂറോ ജോലി ചെയ്യുമ്പോൾ ഇഫക്റ്റീവായിട്ട് ഒരു നേരം പോലും വെറുതെ കളയാതെ നമ്മളുടെ ഡ്യൂട്ടിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിരുന്ന ആൾക്കാര് ഇതുപോലെയുള്ള പദ്ധതികളെല്ലാം കൂടി കുന്നുകൂട്ടി വെച്ച് മനസ്സിലിട്ട് താലോലിച്ച് അപ്പുറത്തിരിക്കുന്ന എംപ്ലോയീസുകളോട് ഷെയർ ചെയ്ത് നമ്മൾ തന്നെ പെരുക്കി കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് ആ ഓർഗനൈസേഷനോടുള്ള ഇഷ്ടം കുറഞ്ഞു വരും. നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഇഷ്ടം കുറഞ്ഞു വരും. അപ്പൊ എന്ത് ചെയ്യും? 5.5 മണിക്കൂർ വന്നിരുന്ന് ജോലി ചെയ്തിരുന്ന ആള് ചിലപ്പോ അത് 3 മണിക്കൂറാക്കും. എന്ന് വെച്ചാൽ കുറെ പകുതിയും മുക്കാലും സമയം പലയിടത്തൊക്കെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ വർത്താനം പറയാം, അല്ലെങ്കിൽ ഇവിടെ ഫോൺ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെ? നമ്മുടെ ഡ്യൂട്ടി അവിടെ പെൻഡിങ് ആക്കിയതാ. ബിക്കോസ് അപ്പൊ മനസ്സിൽ ഇതാണ് ഫീലിംഗ്, എന്ത്? നമ്മളുടെ കൂടെ ഓർഗനൈസേഷൻ നിൽക്കുന്നില്ല, നമ്മളുടെ ഗ്രീവൻസുകളെ അവർ സോൾവ് ചെയ്യുന്നില്ല, റീഡ്രസ് ചെയ്യുന്നില്ല, പരിഹരിക്കുന്നില്ല എന്നുള്ള തോന്നലുകൾ വരും. എംപ്ലോയിയുടെയും പ്രൊഡക്ടിവിറ്റി കുറയും. ഡിക്രീസ് ഇൻ ദ ക്വാളിറ്റി ഓഫ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. ഓർഗനൈസേഷന്റെ പ്രൊഡക്റ്റ് അപ്പാടെ കുറയും, അതോടൊപ്പം എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റിയും കുറയും. ശരിയായ രീതിയിൽ ആരും ജോലി ചെയ്യില്ല. ക്ലിയർ? മനസ്സിലായോ? ഇനി മറ്റൊന്ന് എന്താണെന്നറിയാമോ? പ്രൊഡക്ഷനിൽ വരുന്ന മറ്റൊരു അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഗ്രീവൻസ് കൊണ്ട് തോന്നിയ പോലെ അവിടുത്തെ വിഭവങ്ങളൊക്കെ ഉപയോഗിക്കും, മെറ്റീരിയൽസ് ഒക്കെ. എന്ന് വെച്ചാൽ എക്യുപ്മെന്റുകളായാലും അതുപോലെ അവിടുത്തെ മെറ്റീരിയൽസ് എന്ത് ഉപയോഗിച്ചാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അതൊക്കെ വെറുതെ തോന്നിയ പോലെ അലസമായിട്ട് വലിച്ചെറിയുക, വേസ്റ്റ് ആക്കുക, സ്പോയിൽ ആക്കുക. മെഷീനറീസ് ഒക്കെ ഇങ്ങനെയൊക്കെ നോക്കിയാൽ മതി. കാരണം അവര് നമ്മളെ പരിഗണിക്കത്തില്ല. കണ്ടോ? റീസൺ ഇത് തന്നെ. മാനേജ്മെന്റ് ഗ്രീവൻസുകളെ നല്ല രീതിയിൽ പരിഹരിക്കുന്നില്ല എങ്കിൽ ഇതൊക്കെയായിരിക്കും പ്രതികരണം എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന്.
അപ്പൊ അവിടെ ഉള്ള ഉപകരണങ്ങളൊക്കെ തന്നെ ചെറിയ തോതിലൊക്കെ നാശം വരുത്തുക, അതുപോലെ മിസ്യൂസ് ചെയ്യുക, വേസ്റ്റ് ആക്കി കളയുക. നമ്മുടെ അല്ലല്ലോ, നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല, എന്തിന് അവർക്ക് വരുന്ന നേട്ടം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെയുള്ള ചിന്ത മനസ്സിൽ കടന്നു. അപ്പൊ ആ രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. ക്ലിയർ ആയോ? ഇൻക്രീസ് ഇൻ ദ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ, സ്പോയിലേജ്, ലീക്കേജ് ഓഫ് മെഷീനറി എന്നുള്ളതൊക്കെ. ഓക്കെ, ആൻഡ് ഇതെല്ലാത്തിനും പുറമെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ പ്രൊഡക്ഷൻ കോസ്റ്റ് അങ്ങോട്ട് വർദ്ധിക്കും. പ്രൊഡക്ഷൻ കോസ്റ്റ്, ഉത്പാദനത്തിന് വേണ്ടി ചെലവാക്കുന്ന കാശ് കൂടും. എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഇവിടെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടുത്തെ പ്രൊഡക്ഷൻ എന്താ? ഇവിടുത്തെ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആണോ? എന്തെങ്കിലും സാധനം ഉത്പാദിപ്പിക്കുന്നുണ്ടോ ഇവിടെ? നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ തരുന്നുണ്ടോ? അപ്പൊ പറയും ബുക്ക് എന്നുണ്ടെന്ന് പറയും, നോട്ട് ബുക്ക് അല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്നുണ്ടെന്ന് പറയും. അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഇവിടെ നൽകുന്നത് സേവനമാണ്, സർവീസ് ആണ്, അല്ലേ? ആണോ? ഹലോ, അതെ, ഇവിടെ നമ്മൾ തരുന്നത് സർവീസ് ആണ്, സേവനം, അല്ലെ? അപ്പൊ ഇവിടെ ആ സേവനം ഉത്പാദിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇവര് മാനേജ്മെന്റ് ഒരുപാട് കാശ് ചെലവാക്കുന്നുണ്ട്. ഈ ഉള്ള ടീച്ചേഴ്സിന് മുഴുവൻ സാലറി കൊടുക്കണം. ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ടെക്നിക്കൽ സർവീസ് നടത്തുന്ന സ്റ്റാഫുകളുണ്ട്, അവർക്ക് കൊടുക്കണം. അപ്പൊ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ഒരു സർവീസ്, ഒരു എന്താ പറയാ, മേഖലയാണ്. നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സേവനമാണ്. അപ്പൊ ആ സേവനം നടത്തുന്ന സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ, ആ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ പ്രതിഫലം, റിവാർഡ്, ഒരു കോമ്പൻസേഷൻ, അത് സാലറിയോ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ എംപ്ലോയീസ് എന്താണ്? ഒരു കൂട്ടം പരാതി മനസ്സിൽ കൊണ്ടുവെടുക്കുകയാണ്. അതനുസരിച്ച് ഇതിലൂടെ ജോലി ചെയ്യുന്നുള്ളൂ. പരാതികളും പരിഭവങ്ങളും മനസ്സിലുള്ളത് കൊണ്ട് ജോലി കറക്റ്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് വരുന്നില്ല. പക്ഷെ അതിന് കൊടുക്കുന്ന ശമ്പളത്തിൽ മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം ഇവരറിയുന്നില്ലല്ലോ മാനേജ്മെന്റ് ശരിയായ രീതിയിൽ ചിലപ്പോ ഇവരുടെ പ്രശ്നം എന്താണ്, ഇവരുടെ പരാതികൾ എന്താണ്, അതൊക്കെ കേട്ട് മനസ്സിലാക്കി അത് പരിഹരിക്കണം. അതിനു മുമ്പ് അവരെന്ത് ചെയ്യും? ഈ പറയുന്ന കാര്യങ്ങളിൽ ഈ രീതിയിലൊക്കെ പ്രതികരിക്കും. അപ്പൊ അവർക്ക് വേണ്ടി കൊടുക്കുന്ന പ്രതിഫലങ്ങളൊക്കെ ചിലപ്പോ വെറുതെ എന്താ പറയാ അധിക ചെലവാണ്, പ്രൊഡക്ഷൻ കോസ്റ്റിന് വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. കാരണം സാലറി അങ്ങനെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല, അവരുടേതായ എഫക്റ്റീവ് വർക്ക് നമുക്ക് അവിടെ കിട്ടുന്നില്ല. ദാറ്റ്സ് ഓൾ. മനസ്സിലായോ? അപ്പൊ പ്രൊഡക്ഷനെ എങ്ങനെയാണ് അഡ്വേഴ്സ് ആയിട്ട് ഗ്രീവിയൻസ് എഫക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പൊ 4 രീതിയിലാണ്. ഏതൊക്കെയാണെന്ന് ഒന്ന്, ഡിക്ലൈനിങ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ, മൊത്തത്തിലുള്ള പ്രൊഡക്ഷന്റെ ക്വാളിറ്റി കുറയുന്നു. ഡിക്ലൈൻ ഓർ ഡിക്രീസ് ഇൻ ദ ക്വാളിറ്റി ഓഫ് എംപ്ലോയീസ് പ്രൊഡക്ഷൻ, എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റിയിലും കുറവുണ്ടാകുന്നു. ഇൻക്രീസ് ഇൻ ദ വേസ്റ്റേജ്, പല രീതിയിലുള്ള വേസ്റ്റേജ്, അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആകാം, അവരുടെ മെഷീൻസിൽ ഉണ്ടാകുന്ന സ്പോയിലേജ്, ലീക്കേജ്, അതൊക്കെ സ്വന്തമായിട്ട് വരുത്തി വെക്കുകയാണ്. നമ്മൾ തന്നെ എന്താ പറയാ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ട് മെഷീൻസിനൊക്കെ പലതരത്തിലുള്ള കേടുപാടുകളൊക്കെ വരുത്തി വെക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിക്കുന്നു. ഇത് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഗ്രീവിയൻസിന്റെ ഇഫക്റ്റുകളാണ്. ക്ലിയർ ആയോ? 4 എണ്ണം. അത് 4 പോയിന്റും പ്രൊഡക്ഷൻ എന്നുള്ളതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. അപ്പൊ എങ്ങനെയാണ് ഗ്രീവിയൻസിന്റെ ഇഫക്റ്റ് പ്രൊഡക്ഷനിൽ ബാധിക്കുന്നത് എന്നുള്ള 4 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. ഇനി ഹൗ ഇറ്റ് വിൽ എഫക്ട് ഓൺ എംപ്ലോയീസ്, എംപ്ലോയീസിൽ ഇതെങ്ങനെയാ, ഈ ഗ്രീവിയൻസുകൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? എംപ്ലോയീസിന്റെ ഗ്രീവിയൻസസ് ആർ ഇഫ് നോട്ട് അൺനോട്ടീസ്ഡ്, അതായത് നോട്ടീസ് ചെയ്യപ്പെടാതെ ഇരിക്കുകയാണ് നമ്മുടെ എംപ്ലോയീസിന്റെ ഗ്രീവിയൻസ് എങ്കിൽ it will lead to, അതെന്തിലേക്ക് നയിക്കും? ഒന്ന്, ഇൻക്രീസ് ഇൻ ആബ്സെന്റിസം ആൻഡ് ടേൺഓവർ റേറ്റ്. ആബ്സെന്റിസം എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ലീവ് എടുക്കും, പറഞ്ഞതിന് താല്പര്യമില്ല. കാരണം അവര് ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല. നമ്മൾക്ക് ഇങ്ങനെ കുറെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവര് നമ്മുടെ ആവശ്യങ്ങളൊന്നും, ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾക്കൊന്നും പരാതികൾക്കൊന്നും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നില്ല. ഇതിന് എന്തിനു പോകണം? ലീവ്, ഇന്ന് ലീവ്, നാളെ ലീവ്, മറ്റന്നാൾ ലീവ്. കണ്ടോ, ഒത്തിരി ആളുകള് ലീവ് എടുക്കുന്ന ഒരു പ്രതീതി നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ ഗ്രീവിയൻസുകൾ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ഒരു ഇഫക്റ്റ് ആണ്. അതുപോലെ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ വിറ്റുവരുമാനം അല്ല ഉദ്ദേശിക്കുന്നത്. എംപ്ലോയീസ് മൊത്തത്തോടെ തിരിഞ്ഞു പോകുക, അതായത് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങള്, പരാതികള്, ഗ്രീവിയൻസുകള് അത് റീഡ്രസ് ചെയ്തില്ല എങ്കിൽ, പരിഹരിച്ചില്ല എങ്കിൽ ചില എംപ്ലോയീസ് നമുക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല, കൊഴിഞ്ഞു പോകും. അങ്ങനെ കൊഴിഞ്ഞു പോക്കാണ് ഉദ്ദേശിക്കുന്നത് ടേൺ ഓവർ റേറ്റ്. അപ്പോ എന്ത് ചെയ്യും? എംപ്ലോയീസിനെ ബാധിക്കുന്ന ഒന്നാമത്തെ രീതി ഇൻക്രീസ് ഇൻ ആബ്സെന്റിസം ആൻഡ് ടേൺ ഓവർ റേറ്റ്. ഇനി രണ്ടാമത്തെ എന്താ? ലോവർ എന്തില്? കമ്മിറ്റ്മെന്റ് ലെവൽ. കമ്മിറ്റ്മെന്റ് കുറയും. അങ്ങോട്ട് എന്നുവെച്ചാൽ വളരെ കമ്മിറ്റ്മെന്റോട് കൂടിയാണല്ലോ ജോലി ചെയ്യണേ.
തീർച്ചയായിട്ടും ഓർഗനൈസേഷനിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ 1 രൂപയോ 2 രൂപയോ നമ്മൾ സാലറി വാങ്ങിക്കുമ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി ആ ഒരു സാലറിക്ക് എഗ്രി ചെയ്തിട്ടാണോ നമ്മൾ ജോലിക്ക് കയറിയേക്കണേ. അവിടെ ഒരു ദിവസം കയറി ഈ ഒരു സാലറിയിൽ നമ്മൾ ജോലിക്ക് കയറി 10 ദിവസം കഴിയുമ്പോൾ ആ സാലറി തന്നെ നമുക്ക് തരുന്നു. നമ്മൾക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന ജോലി വളരെ കമ്മിറ്റഡ് ആയിട്ട് ചെയ്യണം അല്ലെ. അത് നമ്മൾ ആ ഒരു എഗ്രിമെന്റിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഓർഗനൈസേഷനിലൂടെ ഉണ്ടാകണം. അതുപോലെ തന്നെ വളരെ ഹോണസ്റ്റി ആയിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വി ഹാവ് ടു ഡു അവർ ജോബ്. എന്ത് ജോലിയായാലും ചെയ്യണം. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, കുറയും. എപ്പോ കുറയും? ഇത്ര സിൻസിയർ ആയിട്ടൊന്നും ജോലി ചെയ്യണ്ട, ഇത്ര ഹോണസ്റ്റി ഒന്നും വേണ്ട, ഇത്ര അച്ചടക്കമൊക്കെ മതി, എന്താ പറയാ, ഗൗനിക്കാതെ അവിടെയുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഫോളോ ചെയ്യാതെ സത്യസന്ധതയൊന്നും കീപ്പ് ചെയ്യാതെയൊക്കെ ജോലി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുക അറ്റ് ദ ടൈം ഓഫ് ഗ്രീവിയൻസുകൾ ഉണ്ടാകുമ്പോൾ. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? യെസ്. The next one, increase in chances of accidents. ഇനി എന്താ, പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ എംപ്ലോയീസ് വളരെ കെയർലെസ് ആയിരിക്കും, എഫിഷ്യന്റ് ആയിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല, വലിയ ഡിസിപ്ലിൻ്റെ ഒന്നും അല്ല, തോന്നിയ രീതിയിലൊക്കെ. അപ്പൊ പലതരത്തിലുള്ള അപകടങ്ങൾ, ചിലപ്പോൾ തർക്കങ്ങളാകാം, അടിപിടിയാകാം, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ ആക്സിഡൻസുകൾ ഉണ്ടാകാനും ഇൻക്രീസ് ചെയ്യാനും സാധ്യതകൾ കൂടുതലാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ലോ എംപ്ലോയി മൊറൈൽ. ലോ എംപ്ലോയി മൊറൈൽ. മൊറൈൽ എന്ന് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? മൊറൈൽ ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് മൈൻഡ്. നമ്മുടെ മനസ്സിന്റെ ഒരു ഫീലിംഗ് ആണ്. എന്താ? enthusiasm, ഭയങ്കര ഉത്സാഹത്തോടെയൊക്കെ ജോലി ചെയ്യും എംപ്ലോയീസ്. എംപ്ലോയി എന്ന് പറയുന്നത് ഉത്സാഹത്തോടെ നമുക്ക് തന്നിരിക്കുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള ടാസ്കുകൾ വി ഹാവ് ടു ഡു ഇറ്റ് വിത്ത് മോർ enthusiastic. വളരെ ഓണസ്റ്റ് ആയിട്ട്, വളരെ enthusiastic ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ജോലി നമ്മൾ ചെയ്യണം. അത് മനസ്സിൽ നിന്ന് വരേണ്ട ഒരു ഫീലിംഗ് ആണ്. വളരെ തളർന്നൊടിഞ്ഞ് വേണോ വേണ്ടെന്ന് വിചാരിച്ച് ജോലി ചെയ്യാം, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാലോ, ചെയ്തൂടെ? അതൊക്കെ ഇപ്പൊ ഇത്രയും എന്താ പറയാ, ഒരു പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ഭയങ്കര ഡീറ്റെയിൽഡ് ആക്കാനൊന്നും പഠിപ്പിക്കാതെ അവിടെ വായിച്ചു നോക്കി ആ സെന്റൻസിന്റെ മീനിങ് എന്ന് പറഞ്ഞ് ശരി, മീനിങ് പറഞ്ഞു മനസ്സിലാക്കാനായത് ഇംഗ്ലീഷ് പുസ്തകമൊന്നും അല്ലല്ലോ. ഇംഗ്ലീഷ് പുസ്തകം ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് അല്ലെ, ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ടെക്സ്റ്റ് ബുക്കുകളൊക്കെയാണ് നമ്മളിങ്ങനെ കഥയൊക്കെ ഇങ്ങനെ വായിച്ച് ഓരോ സെന്റൻസിന്റെ മീനിങ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെ. അതല്ല, നമുക്ക് എന്താണ് അതിന്റെ ഉള്ളില്, അതിനകത്ത് എന്താ പറയാ ഇൻക്ലൂഡഡ് ആയി കിടക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന വല്ല കാര്യങ്ങളൊക്കെ നമുക്ക് അതിനൊപ്പം ചേർത്ത് വെച്ചൊക്കെ നമുക്ക് പറയേണ്ടി വരും അല്ലെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോ. അപ്പൊ നമ്മൾ അത് എടുത്ത് പറയാണ്, കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വളരെ എന്താ പറയാ ഓണസ്റ്റ്ലി അല്ലെങ്കിൽ വളരെ അടുക്കും ചിട്ടയൊക്കെ ആയിട്ട് കൃത്യമായ കാര്യങ്ങൾ അത് ചെയ്യാം. അതാണ് എംപ്ലോയി മൊറൈൽ. അത് നമുക്ക് ഉള്ളിൽ നിന്ന് വരണം, ഉള്ളിലുള്ള ഒരു ഫീലിംഗ് ആയിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. അത് വേണം, അത് ചിന്തിച്ചാണ് ആളുകൾ പ്രവർത്തിക്കേണ്ടത്. അതേസമയം ചില എംപ്ലോയീസ് അവരുടെ ആ ഒരു മൈൻഡിനെ അങ്ങനെ വെക്കും, ഇതൊന്നും വേണ്ട. കാരണം അത് കൂടുതലും ഉണ്ടാകുന്നത് ഇത്തരം ഗ്രീവിയൻസുകൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ലോ എംപ്ലോയി മൊറൈൽ, അതായത് എംപ്ലോയീസ് ഒരു ഉത്സാഹവും ഇല്ലാതെ, ഉത്സാഹക്കുറവ് അല്ലെങ്കിൽ സത്യസന്ധത കുറവോട് കൂടിയൊക്കെ ജോലി ചെയ്യുക. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആയോ? 4 പോയിന്റ് ആണ് എംപ്ലോയീസിനെ ഗ്രീവിയൻസ് കൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റുകൾ. ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്. ദെൻ ഇനി മൂന്നാമതൊരു കൂട്ടരെ കൂടി ഈ ഗ്രീവിയൻസുകൾ ബാധിക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ. അതാരായിരുന്നു? മാനേജേഴ്സ് ആണ്. മാനേജേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന് എങ്ങനെയാ? അത് അവരുടെ നെഗറ്റീവ് ഇഫക്റ്റ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻസിൽ. എന്ന് വെച്ചാൽ സുപ്പീരിയേഴ്സ്, അതായത് ടോപ്പ് ലെവലിലുള്ളവര്, അവരും അതുപോലെ തന്നെ ഏറ്റവും താഴെയുള്ള എംപ്ലോയീസും, അവരും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു നല്ലൊരു ബന്ധം ഉണ്ടാവില്ല, ഒരു മോശം റിലേഷനാണ്. കാരണം എന്താ? എംപ്ലോയീസ് എപ്പോഴും എംപ്ലോയീസിന്റെ ആ ലെവലാണ്. ഏറ്റവും താഴെ തരത്തിലുള്ള ജോലിക്കാര് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് നമ്മൾ ഏറ്റവും ആദ്യം പരിഗണിക്കണം. അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അത് നല്ലതോ ചീത്തയോ എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അവരുടെ ആവശ്യം ഫേവറബിൾ ആണോ, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ആവശ്യമാണോ, അല്ല വേണ്ട അത് അവരുടെ ആവശ്യം അത്യാഗ്രഹമാണ്, അത് ശരിയല്ല, അങ്ങനെയൊന്നുള്ള ആവശ്യങ്ങൾ അത് ശരിയായ ആവശ്യമല്ലല്ലോ എന്ന് എന്തായാലും അത് കേൾക്കുക, മനസ്സിലാക്കുക, അതിന് പറ്റിയ സൊല്യൂഷൻസ് കണ്ടെത്തുക അല്ലെ. അത് വന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? അവർ എംപ്ലോയീസും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ സുപ്പീരിയേഴ്സും തമ്മിലൊരു നല്ല ബന്ധം ഉണ്ടാവില്ല. അവിടെ അങ്ങനെ കിടക്കും, അങ്ങനെ ഒരു ഭിന്നിപ്പ് പോലെ. അതിന്റെ ഇടയിൽ എന്താ പറയുക, ഒരു ഗ്യാപ്പായിട്ട് അവിടെ അങ്ങനെ ഫില്ല് ചെയ്യാതെ കിടക്കും. ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ പരാതികളും പ്രശ്നങ്ങളും പരിഭവങ്ങളും അത് തീർത്തു. ദാറ്റ്സ് ഓൾ. ഇനി അടുത്തത് ഇൻഡിസിപ്ലിൻ കേസസ് കൂടുതലാണ്. അതായത് മാനേജ്മെന്റും അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ഇൻഡിസിപ്ലിൻ കേസസ്. ഒരു അച്ചടക്കത്തിലൊന്നും വലിയ കാര്യമായിട്ട് തലേന്ന് വെച്ച് കൊടുക്കില്ല. കാരണം എന്താ? എംപ്ലോയീസ് അത് ഗവനിക്കില്ല. കാരണം അവരുടെ ഗ്രീവിയൻസുകൾ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ മാനേജ്മെന്റും അങ്ങനെ ഉഴക്കും. മാനേജ്മെന്റിനും അച്ചടക്കം ഒന്നുമില്ലാത്ത രീതിയിൽ അങ്ങനെയായി മാറും. പിന്നെ
ഇറ്റ് ക്രിയേറ്റ്സ് അറ്റ്മോസ്ഫിയർ ഓഫ് ഡിസ്റ്റർബൻസ്. ഇനി എന്തുണ്ടാകും? ഇത് ആളുകളില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശല്യം, അതായത് ഒരു ഡിസ്റ്റർബൻസ് ആണ്, ഒരു എന്താ പറയാ നല്ല രീതിയിലുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാകും, ഒരു ഡിസ്റ്റർബൻസ്. അതുപോലെ തന്നെ ഒരു ടേണോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരമുള്ള ഒരു കലഹത്തിലേക്കും അതുപോലെ ശരീരത്തിലേക്കും ഒക്കെ നീങ്ങാൻ സാധ്യതയുണ്ട് ഗ്രീവൻസുകൾ ഹാൻഡിൽ ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും, എംപ്ലോയീസ് അവരുടെ പരാതിയും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഭയങ്കര ശല്യം തന്നെ ആയിട്ട് തോന്നും മാനേജേഴ്സിന്. ശല്യമായി തോന്നി പിന്നീട് ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്ന രീതി വേറെ രീതിയിലായിരിക്കും. ഡിസ്പ്യൂട്ട്സ് ആകാം, തർക്കങ്ങളാകാം, കലഹമാകാം, അങ്ങനെയൊക്കെ. എന്ന് പറഞ്ഞ കലഹം എന്നാണ് അർത്ഥം. Okay, and the last one is increase in the degree of supervision and control and follow up. ഈ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്ന അറിയാമോ? ഇത്തരം സാഹചര്യങ്ങളിൽ ഗ്രീവൻസുകളൊക്കെ ആളുകളുടെ ഇടയിൽ പരാതിയൊക്കെ ഉണ്ടായെന്ന് അറിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സൂപ്പർവിഷന്റെ അളവൊക്കെ കൂട്ടും. ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലും ഉണ്ടായിരുന്ന സൂപ്പർവിഷനൊക്കെ ചിലപ്പോൾ എല്ലാ ദിവസവും സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ആളുകളെ വിടും. അതുപോലെ തന്നെ മാത്രമല്ല, അവരെ കൺട്രോൾ ചെയ്യാൻ, നിലയ്ക്ക് നിർത്താനുള്ള കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കും. ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് നടത്തും. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ? മാനേജേഴ്സിന് മനസ്സിലായി, അതായത് അവരുടെ എംപ്ലോയീസിന്റെ തർക്കങ്ങളും മറ്റ് പരാതികളും ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചില്ലെങ്കിൽ അവിടെ പല പ്രശ്നങ്ങൾക്കും സാധ്യതകൾ കൂടുതലാണ്. സോ മാനേജ്മെന്റ് തന്നെ ഡിസൈഡ് ചെയ്യും ടു സൂപ്പർവൈസ്. ഇടയ്ക്കിടയ്ക്ക് സൂപ്പർവൈഷൻ നടത്തണം, ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് നടത്തണം, കൺട്രോൾസ് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അതൊക്കെ കൂട്ടേണ്ടി വരുന്നത് ആര്? മാനേജ്മെന്റിന്. അപ്പൊ ഇത് മാനേജ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഏതാണ്? ഗ്രീവൻസിന്റെ ഇഫക്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ മൂന്ന് കൂട്ടരെയും ഗ്രീവൻസ് കൊണ്ട് എന്താ പറയാ അതിന്റെ എഫക്റ്റുകൾ, ആഫ്റ്റർ ഇഫക്ട് വരുന്നുണ്ട്. ആരൊക്കെയാണത്? മാനേജ്മെന്റ് പറഞ്ഞു, എംപ്ലോയീസ് പറഞ്ഞു, പ്രൊഡക്ഷൻ എന്ന് പറയുന്ന അതിനെയും എംപ്ലോയീസിനെയും മാനേജ്മെന്റിനെയും ഒക്കെ ഈ പറയുന്ന ഗ്രീവൻസ് എഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. ഏതാ? അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അടുത്തൊരു ടോപ്പിക്കാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ എത്ര നേരം പഠിച്ചത്? സോഴ്സസ് ഓഫ് ഗ്രീവിയൻസിന്റെ ആ ഒരു മാനേജ്മെന്റ് പ്രാക്ടീസസ് തുടങ്ങി നമ്മൾ പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. മാനേജ്മെന്റ് പ്രാക്ടീസസ്, അതുപോലെ തന്നെ ഗ്രീവിയൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്, പിന്നെ വർക്കിംഗ് കണ്ടീഷൻസ്. എവിടെ നിന്നൊക്കെയാണ് ഇതൊക്കെ സ്രോതസ്സാണ് ഗ്രീവിയൻസിന്റെ ഉള്ളതെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഇഫക്ട്സ് ഓഫ് ഗ്രീവിയൻസ് ആണ്. ഗ്രീവിയൻസ് എഫക്ട് ചെയ്യുന്നത് പ്രൊഡക്ഷനെയും എംപ്ലോയീസിനെയും അതുപോലെ തന്നെ മാനേജേഴ്സിനെയും എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അടുത്തത് ഒരു കുഞ്ഞു പാരഗ്രാഫ് ഒന്ന് നോക്കാം. അടുത്ത ടോപ്പിക് ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയർ. അപ്പൊ ഗ്രീവിയൻസുകൾ ഉണ്ടാകുമ്പോൾ ഇറ്റ് ഷുഡ് ബി റീഡ്രസ്ഡ് ഓർ ഇറ്റ് ഷുഡ് ബി സോൾവ്ഡ്. തീർച്ചയായിട്ടും അത്തരം പരാതികൾ എന്ത് ചെയ്യണം? റീഡ്രസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാര മാർഗങ്ങളാണ് കേട്ടോ. ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ പരാതികള് പരിഹരിക്കുന്ന ഒരു രീതി അല്ലെ, രീതികളാണ്. അപ്പൊ അതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്നും പേരുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ഫോർമൽ സിസ്റ്റം ആണ്, ഒരു ഔദ്യോഗികമായ ഒരു രീതിയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു സോൾവ് ഓർ ടു ഡീൽ വിത്ത് എംപ്ലോയി ഗ്രീവിയൻസ്. എംപ്ലോയീസിന്റെ ഗ്രീവിയൻസുകളെ ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമൽ സിസ്റ്റം. അതിന് പറയുന്ന പേരാണ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്? അതിന്റെ മറ്റൊരു പേരാണ് കേട്ടോ, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ. മറ്റൊരു പേര് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു ഫോർമൽ സിസ്റ്റം ഓഫ് ഡീലിംഗ് വിത്ത് എംപ്ലോയീസ് ഗ്രീവിയൻസ്. എംപ്ലോയീസിന്റെ ഗ്രീവിയൻസുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഫോർമൽ സിസ്റ്റമാണ് ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് it includes several steps. എങ്ങനെ how the organization can solve the employees problems, employees grievances എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, സോൾവ് ചെയ്യാം എന്നുള്ളത് പടിപടിയായിട്ട് ആലോചിച്ച് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത്, എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന കുറെ സ്റ്റെപ്സ് അതാണ്. ഹൗ ദ എംപ്ലോയീസ് ഗ്രീവിയൻസ് can be handled. ഗ്രീവിയൻസുകളെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം ഫോർ ദ സക്സസ്ഫുൾ ഓഫ് മാനേജ്മെന്റിന്റെ സക്സസ് വേണ്ടി, അതുപോലെ തന്നെ എന്താ പറയാ എംപ്ലോയീസിന്റെ ഗ്രീവിയൻസിൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഒന്നാണ് ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ അത് പല സ്റ്റെപ്പുകളായിട്ട് സെവറൽ സ്റ്റെപ്സിൽ നമുക്കതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ്
ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതുവരെ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. അടുത്ത പാരഗ്രാഫോടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഒന്ന് വായിച്ചു നോക്കാം ആ കുഞ്ഞു പാരഗ്രാഫ്. അതിൽ ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. വായിച്ചു നോക്കിയോ? ഓക്കെ ഓക്കെ. അപ്പൊ നന്നായിട്ട് ഇത്രയും ഭാഗങ്ങൾ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടാ. നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് എടുത്താൽ ചിലപ്പോൾ സമയം തീർന്നു പോകും. ഇപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് കയറാനുള്ളതാണ്. ഓക്കെ, അടുത്ത ദിവസത്തേക്ക് നന്നായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വരിക. ഓക്കെ, സോ സി യു. താങ്ക് യു. ബൈ. ഓക്കെ.